ഓർമ്മ വരിക. അപ്പോൾ ഇതേപോലെ സ്ക്രീനിൽ റെക്കോർഡിംഗ് കണ്ടിട്ടില്ലെങ്കിൽ ആരെങ്കിലും ഒന്ന് പറയാം, അന്നേരം ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ചാപ്റ്റർ നമ്പർ 1 വെക്റ്റർ വാല്യൂഡ് ഫംഗ്ഷൻ. വെക്റ്റർ വാല്യൂഡ് ഫംഗ്ഷൻ, ഇതാണ് ചാപ്റ്ററിന്റെ പേര്. എന്താണ് വെക്റ്റർ വാല്യൂഡ് ഫംഗ്ഷൻ? ദാറ്റ് ഈസ് ആർ ഓഫ് ടി ഈക്വൽ ടു, ഞാൻ വീണ്ടും പറഞ്ഞു, നിങ്ങൾക്ക് ബേസ് ഒന്നും ഇല്ലെങ്കിലും ഇതുവരെ നിങ്ങൾ കോളേജിൽ ഒരു ക്ലാസ്സും അറ്റൻഡ് ചെയ്തിട്ടില്ലെങ്കിലും അങ്ങനത്തെ പിള്ളേർക്ക് വേണ്ടിയിട്ടാണ് ക്ലാസ് എടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഒരു രീതിയിലും ഒരു ചാപ്റ്റർ ഫേസ് ചെയ്യുമ്പോൾ, ഒരു ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഒന്നും അറിയില്ല എന്നുള്ള രീതിയിൽ ഇരിക്കരുത്. ഒന്നും അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ക്ലാസ് എടുക്കുന്നത്. ദാറ്റ് ഈസ് വെക്റ്റർ വാല്യൂ ഫംഗ്ഷൻ പറഞ്ഞു കഴിഞ്ഞാൽ ആർ ഓഫ് ടി ഈക്വൽ ടു സം ഫംഗ്ഷൻ ഓഫ് ടി എക്സ് ഓഫ് ടി ഐ പ്ലസ് വൈ ഓഫ് ടി ജെ പ്ലസ് സെഡ് ഓഫ് ടി കെ. ഇതിനെയാണ് വെക്റ്റർ വാല്യൂഡ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഈ ഫംഗ്ഷനിൽ ആർ ഓഫ് ടി പറഞ്ഞു കഴിഞ്ഞാൽ ടിയുടെ ഒരു ഫംഗ്ഷൻ ആണ്. ആ ഫംഗ്ഷന്റെ അകത്ത് 3 ചെറിയ ഫംഗ്ഷൻ ഉണ്ട്. ഒന്ന് എക്സ് ഓഫ് ടി, രണ്ടാമത്തെ വൈ ഓഫ് ടി, സെഡ് ഓഫ് ടി. അഥവാ ഇത് ടിയുടെ ഫംഗ്ഷൻ ആണ്, ഇത് വേറൊരു ടിയുടെ ഫംഗ്ഷൻ ആണ്, അതേപോലെ ഇത് ടിയുടെ വേറൊരു ഫംഗ്ഷൻ ആണ്. അതിന്റെ കൂടെ ഐ ജെ കെ നമ്മൾ വെക്ടറിന്റെ കമ്പോണന്റ് ഇതിന്റെ കൂടെ എഴുതി കഴിഞ്ഞാൽ ഇതിനെ വിളിക്കുന്ന പേരാണ് വെക്റ്റർ വാല്യൂഡ് ഫംഗ്ഷൻ. ഓക്കെ, ദാറ്റ് ഈസ് ഇവിടെ എക്സ് ഓഫ് ടി എന്താവാം, ഒരു ഫംഗ്ഷൻ. ദാറ്റ് ഈസ് ഞാൻ ഫോർ എക്സാമ്പിൾ ആർ ഓഫ് ടി ഈക്വൽ ടു ടി ഐ പ്ലസ് ടി സ്ക്വയർ ജെ പ്ലസ് സൈൻ ടി കെ. ഇതെന്താണ്, ഒരു വെക്റ്റർ വാല്യൂഡ് ഫംഗ്ഷനാണ്. ഇനി നമ്മൾ പറയുന്നത് എങ്ങനെ വെക്റ്റർ വാല്യൂഡ് ഫംഗ്ഷൻ കണ്ടെത്തും. അപ്പോൾ ഇത് പറഞ്ഞു കഴിഞ്ഞാൽ വെക്റ്റർ വാല്യൂഡ് ഫംഗ്ഷൻ ആണ്. വേറെ രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പാർട്ടിക്കിൾ ഒരു സ്പേസിലൂടെ മൂവ് ചെയ്യുകയാണെങ്കിൽ അതിന് പാത്ത് ഉണ്ടായിരിക്കും. ദാറ്റ് ഈസ് ആ പാർട്ടിക്കിൾ മൂവ് ചെയ്യുന്ന പാത്തിനെ നമ്മൾ എന്ത് ചെയ്യാം, ആർ ഓഫ് ടി എന്ന് ഡിനോട്ട് ചെയ്യാം. ദാറ്റ് ഈസ് ആർ ഓഫ് ടി പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വെക്റ്റർ വാല്യൂഡ് ഫംഗ്ഷൻ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പാർട്ടിക്കിൾ മൂവ് ചെയ്ത പാത്ത് എന്ന് വേണമെങ്കിൽ പറയാം. അവിടെ ടിക്ക് ഇവിടെ എന്താണ്, ഇവിടെ എക്സ് വൈ സെഡ് ഇതെന്താണ്, ഇത് എക്സ് കോർഡിനേറ്റ് ആണ്. നമ്മൾ സ്പേസിലെ ഏതൊരു കർവ് എടുത്തു കഴിഞ്ഞാലും ആ കർവിലെ ഓരോ പോയിന്റും എന്താണ്, എക്സ് വൈ സെഡ് കോർഡിനേറ്റ് ഉണ്ടായിരിക്കും. ഈ ഒരു പോയിന്റ് കറസ്പോണ്ടിങ് ഒരു എക്സ് വൈ സെഡ് കോർഡിനേറ്റ് ഉണ്ടായിരിക്കും. ഈ ഒരു പോയിന്റ് കറസ്പോണ്ടിങ് ഒരു എക്സ് വൈ സെഡ് കോർഡിനേറ്റ് ഉണ്ടായിരിക്കും. ദാറ്റ് ഈസ് തന്നിട്ടുള്ള കർവ് ഒരു വെക്റ്റർ വാല്യൂഡ് ഫംഗ്ഷൻ ആർ ഓഫ് ടി ആണെങ്കിൽ ഇതിലെ എക്സ് കോർഡിനേറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ ഐയുടെ കൂടെയുള്ള ഫംഗ്ഷൻ ആണ് എന്ത്, എക്സ് കോർഡിനേറ്റ്. ജെയുടെ കൂടെയുള്ള ഫംഗ്ഷൻ ആണ് വൈ കോർഡിനേറ്റ്, കെയുടെ കൂടെയുള്ള ഫംഗ്ഷൻ ആണ് സെഡ് കോർഡിനേറ്റ്. അപ്പോൾ ഇവിടെ ഇതിന്റെ ഈ വെക്റ്റർ വാല്യൂഡ് ഫംഗ്ഷൻ പറഞ്ഞാൽ പൊസിഷൻ വെക്ടറും എന്ന് പറയാറുണ്ട്. ഒരു പാർട്ടിക്കിൾ മൂവ് ചെയ്ത് കഴിഞ്ഞാൽ ആ പാർട്ടിക്കിൾ ടി ഈക്വൽ ടു 0 ആവുമ്പോൾ അതിന്റെ പൊസിഷൻ എവിടെ, എന്ത് ചെയ്താൽ മതി, ദാറ്റ് ഈസ് എക്സ് ഓഫ് ടിയിലെ ടിക്ക് 0 കൊടുക്കുക. ദാറ്റ് ഈസ് ഈ ഞാൻ ഇവിടെ ഒരു എക്സാമ്പിൾ എഴുതിയിട്ടുണ്ട്. ദാറ്റ് ഈസ് ടി ഈക്വൽ ടു 0 ആവുമ്പോൾ എന്താന്നു, ഫസ്റ്റ് 0, നെക്സ്റ്റ് ഇവിടെയും 0, ഇവിടെയും 0. ദാറ്റ് ഈസ് ഒറിജിൻ ആണ് ആ പോയിന്റ് നിൽക്കുന്നത്. നെക്സ്റ്റ് ടി ഈക്വൽ ടു 1 കൊടുത്തു കഴിഞ്ഞാൽ എന്ത് വരും, അടുത്ത ദാറ്റ് ഈസ് 1, ഇവിടെ 1, അടുത്തത് സൈൻ 1. അപ്പൊ ടി ഈക്വൽ ടു ടൈം 1 ആവുമ്പോൾ ആ പോയിന്റ്, ആ പാർട്ടിക്കിൾ ഏത് പോയിന്റിലെത്തി, 1 സൈൻ 1 എന്ന പോയിന്റിലെത്തി. നെക്സ്റ്റ് ടി ഈക്വൽ ടു പൈ ആണെങ്കിലോ, ദാറ്റ് ഈസ് പൈ സ്ക്വയർ സൈൻ പൈ, ദാറ്റ് ഈസ് 0, ഈ ഒരു പോയിന്റിലെത്തി. അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആർ ഓഫ് ടീനെ നമ്മൾ വെക്റ്റർ വാല്യൂഡ് ഫംഗ്ഷൻ എന്ന് പറയും. അതുപോലെ തന്നെ പൊസിഷൻ വെക്ടറും എന്ന് പറയാറുണ്ട്. ഇത് ബേസിക് കാര്യങ്ങളാണ്. നമ്മൾ ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യുന്ന തൊട്ട് മുന്നേ എന്തൊക്കെ ഇതിൽ പറയുന്നുണ്ട് ജസ്റ്റ് ഒന്ന് കവർ ചെയ്യാണ്. ഇനി എങ്ങനെ ഒരു വെക്റ്റർ വാല്യൂഡ് ഫംഗ്ഷൻ കണ്ടുപിടിക്കും, അതാണ് പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്. ഇതിൽ നമുക്ക് തന്നിട്ടുള്ള ഫംഗ്ഷൻ y ഈക്വൽ ടു സൈൻ എക്സ്, അല്ലെങ്കിൽ y ഈക്വൽ ടു എക്സ്, അല്ലെങ്കിൽ y ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് എക്സ്, അല്ലെങ്കിൽ y ഈക്വൽ ടു ഇ റേസ് ടു എക്സ്, അല്ലെങ്കിൽ y ഈക്വൽ ടു കോസ് എക്സ്, അല്ലെങ്കിൽ y ഈക്വൽ ടു എക്സ് സ്ക്വയർ, അല്ലെങ്കിൽ y ഈക്വൽ ടു എക്സ് പ്ലസ് 1. ഇതെല്ലാം എന്താണ്, ഫംഗ്ഷൻ ആണ്. സിംഗിൾ വാരിയബിൾ ഉള്ള ഫംഗ്ഷനാണ്. അവിടെ എക്സ് ആണ് വാരിയബിൾ, ഒരു വാരിയബിൾ മാത്രമേ ഉള്ളൂ അല്ലെ, y ഈക്വൽ ടു സൈൻ എക്സ്, ഇവിടെ y ഈക്വൽ ടു എക്സ്, y ഈക്വൽ ടു എക്സ്, ഇവിടെ എല്ലാം വാരിയബിൾ എന്താണ്, എക്സ് ആണ്. അപ്പൊ ഇതെല്ലാം ഫംഗ്ഷൻ ആണ്. എങ്ങനെ ഫംഗ്ഷൻ എന്ന് മനസ്സിലാവുക, നമുക്ക് എന്ത് ചെയ്യാം, ബോർഡിൽ അത് സിമ്പിൾ ആയിട്ട് പ്ലോട്ട് ചെയ്യാൻ പറ്റും. y ഈക്വൽ ടു സൈൻ എക്സ് നമ്മൾ ചെറിയ ക്ലാസ്സിൽ പഠിക്കുന്നതിന് ഇതാണ് y ഈക്വൽ ടു സൈൻ എക്സിന്റെ ഗ്രാഫ്. ഇത് y ഈക്വൽ ടു എക്സ് ആണെങ്കിലോ, ദാറ്റ് ഈസ് ഇതാണ് y ഈക്വൽ ടു എക്സ്. y ഈക്വൽ ടു എക്സ് സ്ക്വയർ പറഞ്ഞു കഴിഞ്ഞാൽ അതിനൊരു ഗ്രാഫ് ഉണ്ട് അല്ലെ, പോളിനോമിയൽ ഫംഗ്ഷൻ ഒരു കോംപ്ലിക്കേറ്റഡ് ഗ്രാഫ് ഉണ്ടായിരിക്കും. ദാറ്റ് ഈസ് ഇങ്ങനെ ഒരു ഫംഗ്ഷൻ, ഇങ്ങനെ ഏതെങ്കിലും ഇങ്ങനെ ഇതിലൂടെ ഇങ്ങനെ പോയ ഒരു ഗ്രാഫ് ഉണ്ടായിരിക്കും എന്തായാലും.
y ഈക്വൽ ടു ഇ റേസ് ടു എക്സ് ആണെങ്കിലോ ദാറ്റ് ഈസ് ഇങ്ങനെ, ഇതാണ് y ഈക്വൽ ടു ഇ റേസ് ടു എക്സിന്റെ ഗ്രാഫ്. y ഈക്വൽ ടു കോസ് എക്സ് ആണെങ്കിലോ ദാറ്റ് ഈസ് ഇതാണ്. ഇതെല്ലാം നിങ്ങൾക്ക് അറിയുന്നതാണ്. y ഈക്വൽ ടു എക്സ് സ്ക്വയർ ആണെങ്കിൽ ഇതാണ് ഗ്രാഫ്. y ഈക്വൽ ടു എക്സ് പ്ലസ് 1 ആണെങ്കിൽ y ഈക്വൽ ടു എക്സ് എന്ന ഗ്രാഫിനെ 1ലേക്ക് ഷിഫ്റ്റ് ചെയ്യാം. അപ്പോൾ ഫംഗ്ഷൻ പറഞ്ഞു കഴിഞ്ഞാൽ പ്ലെയിനിലെ ഫംഗ്ഷൻ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സിമ്പിൾ ആയിട്ട് പ്ലോട്ട് ചെയ്യാൻ പറ്റും അല്ലെ. അപ്പോൾ ഒരു ഫംഗ്ഷൻ ആണെങ്കിൽ, എങ്ങനെ ഒരു ഫംഗ്ഷൻ ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അത് ഇപ്പൊ വേറെ രീതിയിൽ നമുക്ക് ഗ്രാഫിക്കലി മനസ്സിലാക്കാൻ പറ്റും. ഇപ്പൊ ഇവിടെ ഞാൻ ഒരു ഫിഗർ വരയ്ക്കാൻ പോവാണ്. ഈ ഫിഗർ ഇതെന്താണ്, ഒരു ഫംഗ്ഷന്റെ ഫിഗറാണ്, ഫംഗ്ഷന്റെ ഇമേജ് ആണ്. നെക്സ്റ്റ് ഇതൊരു ഫംഗ്ഷന്റെ ഇമേജാണ്. നെക്സ്റ്റ് ഇതൊരിക്കലും ഫംഗ്ഷൻ അല്ല. അതെങ്ങനെ മനസ്സിലാക്കുക, നമ്മൾ വെർട്ടിക്കൽ ലൈൻ വരയ്ക്കുകയാണെങ്കിൽ ഒരിക്കലും 2 പോയിന്റിൽ ടച്ച് ചെയ്യരുത്. 2 പോയിന്റ് ടച്ച് ചെയ്യുകയാണെങ്കിൽ അത് ഫംഗ്ഷൻ അല്ല, ഇത് ഒരു ഇമേജ് എന്നേ പറയാൻ പറ്റുള്ളൂ. ഇവിടെ നോക്കി, ഇവിടെ ഏത് വെർട്ടിക്കൽ ലൈൻ വരച്ചു കഴിഞ്ഞാലും ഒരു പോയിന്റിൽ ടച്ച് ചെയ്യുള്ളൂ. ഇവിടെ ഏത് വെർട്ടിക്കൽ ലൈൻ വരച്ചു കഴിഞ്ഞാലും ഒരു പോയിന്റിൽ ടച്ച് ചെയ്യുള്ളൂ. ഇവിടെ ഏത് വെർട്ടിക്കൽ ലൈൻ വരച്ചു കഴിഞ്ഞാലും ഒരു പോയിന്റിൽ ടച്ച് ചെയ്യുള്ളൂ. അപ്പോൾ ഫംഗ്ഷൻ ആണോ നമുക്ക് എന്ത് ചെയ്യാം, വളരെ സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും. വെർട്ടിക്കൽ ലൈൻ വരച്ചു കഴിഞ്ഞാൽ ഒരു പോയിന്റിൽ ടച്ച് ചെയ്യുള്ളൂ. ഓക്കെ, ഇനി ഇതിന്റെ ഞാൻ പറഞ്ഞു വരുന്നത്, ഒരു ഫംഗ്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ, പ്ലെയിനിലുള്ള ഒരു ഫംഗ്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ അതിന്റെ വെക്റ്റർ വാല്യൂഡ് ഫംഗ്ഷൻ എങ്ങനെ കണ്ടുപിടിക്കും. ദാറ്റ് ഈസ് ഇതൊരു ഫംഗ്ഷൻ y ഈക്വൽ ടു സൈൻ എക്സ്, y ഈക്വൽ ടു സൈൻ എക്സ്. ഈ ഫംഗ്ഷന്റെ വെക്റ്റർ വാല്യൂഡ് ഫംഗ്ഷൻ എങ്ങനെ കണ്ടുപിടിക്കും. ദാറ്റ് ഈസ് r ഓഫ് t ഈക്വൽ ടു, എന്താണ് വെക്റ്റർ വാല്യൂഡ് ഫംഗ്ഷൻ, r ഓഫ് t ഈക്വൽ ടു x ഓഫ് t i പ്ലസ് y ഓഫ് t j പ്ലസ് z ഓഫ് t k. ഇത് സ്പേസിലുള്ള ഒരു വെക്റ്റർ വാല്യൂഡ് ഫംഗ്ഷൻ ആണ്. സ്പേസ് കാരണം i j k 3 കോർഡിനേറ്റ് ഉണ്ട്, അതുകൊണ്ട് ഇത് സ്പേസിലുള്ള ഒരു വെക്റ്റർ വാല്യൂഡ് ഫംഗ്ഷൻ ആണ്. ഇനി ഐയും ജെയും മാത്രമാണെങ്കിലോ അത് പ്ലെയിനിലുള്ള ഒരു വെക്റ്റർ വാല്യൂഡ് ഫംഗ്ഷൻ ആണ്. ദാറ്റ് ഈസ് നമ്മൾ പ്ലെയിൻ എടുത്തു കഴിഞ്ഞാൽ അതിലുള്ള ഒരു വെക്റ്റർ വാല്യൂഡ് ഫംഗ്ഷൻ ആണ് ഇത് ഞാൻ ഇവിടെ എഴുതിയുള്ളത്. ജെ വന്നിട്ടുണ്ടെങ്കിൽ അത് സ്പേസിലുള്ള ഒരു വെക്റ്റർ വാല്യൂഡ് ഫംഗ്ഷൻ. ഇനി നമുക്ക് ഒരു ഫംഗ്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ, പ്ലെയിനിലുള്ള ഒരു ഫംഗ്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ ഇതിന് കറസ്പോണ്ടിങ് ഒരു വെക്റ്റർ വാല്യൂഡ് ഫംഗ്ഷൻ കണ്ടുപിടിക്കാൻ പറ്റണം. അതാണ് ഫസ്റ്റ് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കുന്ന ഒരു ടോപ്പിക്. ഒരു ഫംഗ്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ, പ്ലെയിനിലുള്ള ഒരു ഫംഗ്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ അതിന്റെ വെക്റ്റർ വാല്യൂഡ് ഫംഗ്ഷൻ എങ്ങനെ കണ്ടുപിടിക്കും. വളരെ സിമ്പിൾ ആണ്, വളരെ സിമ്പിൾ ആണ്. ഇവിടെ എന്താണോ വാരിയബിൾ നിങ്ങൾക്കറിയാം, അതിന് ടി വിളിക്കുക അല്ലെ. ദാറ്റ് ഈസ് എക്സിന് നിങ്ങൾ എന്ത് ചെയ്യുക, ടി വിളിക്കുക. അങ്ങനെയാണെങ്കിൽ y എന്താണ്, y ഈക്വൽ ടു സൈൻ ടി. എക്സിന് ടി വിളിച്ചു കഴിഞ്ഞാൽ y എന്താണോ അതാ സൈൻ ടി. അഥവാ ഇവിടെ എക്സ് ഓഫ് ടി എഴുതിയിട്ടുണ്ടല്ലോ, ആ എക്സ് ഓഫ് ടി ആണ് നമ്മൾ ഇവിടെ എക്സ് എഴുതുന്നത്. ഇവിടെ y ഓഫ് ടി ആണ് എന്ത്, ഇവിടെ y എഴുതുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ എന്ത് ചെയ്യുക, എക്സ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, ഇവിടെ y സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. therefore ഇതിന്റെ വെക്റ്റർ വാല്യൂഡ് ഫംഗ്ഷൻ എന്താണ്, ടി ഐ പ്ലസ് സൈൻ ടി ജെ. That is r of t equal to ti plus sin tj. അപ്പോൾ y equal to sin x ന്റെ വെക്റ്റർ വാല്യൂഡ് ഫംഗ്ഷൻ എന്താണ്, r of t equal to ti plus sin tj. അങ്ങനെയാണെങ്കിൽ y equal to x ന്റെ വെക്റ്റർ വാല്യൂഡ് ഫംഗ്ഷൻ സിമ്പിൾ ആണ് അല്ലേ. എന്താണോ വാരിയബിൾ അതിന് t വിളിക്കുക, കറസ്പോണ്ടിങ് y നോക്കി എഴുതുക. ദാറ്റ് ഈസ് രണ്ടാമത്തെ എന്ത് എഴുതാം, x ഈക്വൽ ടു ടി വിളിച്ചു, y ഈക്വൽ ടു ടി വിളിച്ചു. കാരണം y ഈക്വൽ ടു എക്സ് ആണ്, സോറി y ഈക്വൽ ടു എക്സ് ആണ്. therefore y യും എന്തായി, ടി ആയി. therefore r ഓഫ് ടി ഈക്വൽ ടു ടി ഐ പ്ലസ് ടി ജെ എന്നായി. ഇനി അടുത്തത് മൂന്നാമത്തത്, ഇവിടെ x ഈക്വൽ ടു ടി ആണ്. അങ്ങനെയാണെങ്കിൽ y എന്താണ്, ടി സ്ക്വയർ പ്ലസ് ടി. therefore r ഓഫ് ടി ഈക്വൽ ടു ടി ഐ പ്ലസ് y ഓഫ് ടി എന്താണ്, ടി സ്ക്വയർ പ്ലസ് ടി ജെ. ക്ലിയർ ആണോ, സംശയം ഉണ്ടോ? സാർ അത് ആ സൈൻ എക്സിന്റെ ഒന്നും കൂടി പറയോ? ഈ സൈൻ എക്സിന്റെ ആണോ പറയേണ്ടത്? ആ സാർ വേഗം റൈസ് ചെയ്തോണ്ട് ലാസ്റ്റത്തേത് കണ്ടില്ല. ഓക്കെ, ഇതാണ് y ഈക്വൽ ടു സൈൻ എക്സിന്റെ പാരാമീറ്റർ ഇക്വേഷൻ. ഇവിടെ ഏതാണ് ഫംഗ്ഷന്, y ആണ് ഫംഗ്ഷന്, x ആണ് വാരിയബിൾ. അപ്പൊ x നമ്മൾ എന്ത് ചെയ്തു, x ഈക്വൽ ടു ടി വിളിച്ചു. അങ്ങനെ y എന്തായിരിക്കും, y ഈക്വൽ ടു സൈൻ ടി. ദെൻ എക്സും വൈയും കിട്ടിക്കഴിഞ്ഞാൽ ആർ ഓഫ് ടി, നമ്മൾ സാധാരണ വെക്റ്റർ വാല്യൂഡ് ഫംഗ്ഷൻ ആർ ഓഫ് ടി ഈക്വൽ ടു എക്സ് ഓഫ് ടി ഐ പ്ലസ് വൈ ഓഫ് ടി ജെ പ്ലസ് സെഡ് ഓഫ് ടി കെ എന്ന് എഴുതാം. പ്ലെയിൻ ആണെങ്കിൽ ഈ രണ്ട് ടേമേ ഉണ്ടാവുള്ളൂ. ഇതിലെ എക്സ് ഓഫ് ടി ആണെന്ത്, എക്സ് കോർഡിനേറ്റ്, വൈ ഓഫ് ടി ആണെന്ത്, ഇവിടെ നമ്മൾ വൈ എഴുതുന്നത്. therefore ഇത് നമ്മൾ സാധാരണ എഴുതിയാൽ മതി. എക്സ് ഓഫ് ടി എന്താണ്, ടി, y of t എന്താണ്, sin t. therefore r of t equal to ti plus sin tj എന്ന് എഴുതാം. മനസ്സിലായോ?
ഓക്കെ സർ. ഓക്കെ, എപ്പോഴാണ് ഞാൻ പറഞ്ഞത് ഇത് ഒരു ഫംഗ്ഷൻ ആണെങ്കിൽ, പ്ലെയിനിലുള്ള ഒരു ഫംഗ്ഷൻ ആണെങ്കിൽ, പ്ലെയിനിലുള്ള ഫംഗ്ഷൻ അപ്പോൾ y ഈക്വൽ ടു e റേസ് ടു എക്സ് പ്ലസ് 3x² പ്ലസ് 1, അങ്ങനെ ഈ വെക്റ്റർ വാല്യൂഡ് ഫംഗ്ഷൻ വരും r ഓഫ് t ഈക്വൽ ടു എന്താ വേണ്ടത്, ദാറ്റ് ഈസ് എക്സിന് വാരിയബിളിന് t വിളിക്കാം, കറസ്പോണ്ടിങ് y എന്താണ്, ദാറ്റ് ഈസ് e റേസ് ടു t പ്ലസ് 3t² പ്ലസ് 1. therefore നമുക്ക് എങ്ങനെ എഴുതാം, r ഓഫ് t ഈക്വൽ ടു ti പ്ലസ് e റേസ് ടു t പ്ലസ് 3t² പ്ലസ് 1 ബ്രാക്കറ്റിൽ എഴുതണം ഇത്രയും ടേം ഇൻറ്റു i. ഇതാണ് വെക്റ്റർ വാല്യൂഡ് ഫംഗ്ഷൻ. ക്ലിയർ ആണോ? ക്ലിയർ ആണോ ആരോമൽ? ക്ലിയർ ആണോ? ഓക്കെ ഓക്കെ, ഇനി ഇതിനെ വിളിക്കുന്ന പേരാണ് വെക്റ്റർ വാല്യൂഡ് ഫംഗ്ഷൻ. ഇനി ഒരു വെക്റ്റർ വാല്യൂഡ് ഫംഗ്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ പാരാമെട്രിക് ഇക്വേഷൻ എന്താ, അതും ചോദിക്കാറുണ്ട്. പാരാമെട്രിക് ഇക്വേഷൻ, ഇത് രണ്ടും കണക്റ്റഡ് ആണ്. പാരാമെട്രിക് ഇക്വേഷൻ പറഞ്ഞു കഴിഞ്ഞാൽ x ഈക്വൽ ടു y ഈക്വൽ ടു z ഈക്വൽ ടു ഇങ്ങനെ എഴുതുന്നതിനാണ് പാരാമെട്രിക് ഇക്വേഷൻ. എന്താണ് x? നമ്മൾ തൊട്ട് മുന്നേ എഴുതി x ഈക്വൽ ടു t, y ഈക്വൽ ടു e റേസ് ടു t പ്ലസ് 3t² പ്ലസ് 1. ഇവിടെ z ഉണ്ടായിരുന്നില്ല, 2 ഡയമെൻഷൻ ആയതുകൊണ്ട്. അഥവാ ഈ വെക്റ്റർ വാല്യൂഡ് ഫംഗ്ഷന്റെ പാരാമെട്രിക് ഇക്വേഷൻ ആണ് ഇത്. അപ്പോൾ പാരാമെട്രിക് ഇക്വേഷൻ കിട്ടിക്കഴിഞ്ഞാൽ അതിന്റെ വെക്റ്റർ വാല്യൂഡ് ഫംഗ്ഷൻ എഴുതാൻ പറ്റണം. ഒരു വെക്റ്റർ വാല്യൂഡ് ഫംഗ്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ അതിന്റെ പാരാമെട്രിക് ഇക്വേഷനും എഴുതാൻ പറ്റണം. ക്ലിയർ ആണോ? ക്ലിയർ ആണോ? ക്ലിയർ ആണോ അതുല്യ? യെസ് സർ, ക്ലിയർ ആണ്. ഓക്കെ, നെക്സ്റ്റ് അപ്പോൾ ഇത് വളരെ സിമ്പിൾ ആണ്. പ്ലെയിനിലാണെങ്കിൽ നമുക്കറിയാം y ഈക്വൽ ടു സം ഫംഗ്ഷൻ ഓഫ് എക്സ് ആയിരിക്കും. ആ എക്സ് നമ്മൾ എന്ത് ചെയ്യുക, ടി വിളിച്ചു കഴിഞ്ഞാൽ y ഈക്വൽ ടു കറസ്പോണ്ടിങ് ഫംഗ്ഷൻ നമുക്ക് കിട്ടും. ദാറ്റ് ഈസ് ഇത് കിട്ടിക്കഴിഞ്ഞാൽ ജസ്റ്റ് r ഓഫ് ടിയിൽ എഴുതി കഴിഞ്ഞാൽ എന്താണ്, അതാണ് വെക്റ്റർ വാല്യൂഡ് ഫംഗ്ഷൻ. അപ്പോൾ ഫസ്റ്റ് ഞാൻ എടുത്തിട്ടുള്ള കാര്യം ഇതാണ്. ഒരു ഫംഗ്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ, പ്ലെയിനിലുള്ള ഫംഗ്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ എങ്ങനെ വെക്റ്റർ വാല്യൂഡ് ഫംഗ്ഷൻ എഴുതാം. അതുപോലെ തന്നെ ഒരു വെക്റ്റർ വാല്യൂഡ് ഫംഗ്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ r ഓഫ് ടി ഈക്വൽ ടു r ഓഫ് ടി ഈക്വൽ ടു t² i പ്ലസ് 3tj പ്ലസ് sin t, ഇങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ ഇതിന്റെ പാരാമെട്രിക് ഇക്വേഷൻ എന്താണ്? പാരാമെട്രിക് ഇക്വേഷൻ പറഞ്ഞു കഴിഞ്ഞാൽ x ഈക്വൽ ടു, ഇവിടെ നോക്കണം, x ഈക്വൽ ടു t², y ഈക്വൽ ടു x ഈക്വൽ ടു t², y ഈക്വൽ ടു 3t, z is ഈക്വൽ ടു sin t. ഐജെക്ക് നമ്മൾ എഴുതുന്നില്ല, ഐജെക്ക് കൂടുതലുള്ള ടേമിനെയാണ് നമ്മൾ എന്ത് ചെയ്യുക, x ഈക്വൽ ടു y ഈക്വൽ ടു z ഈക്വൽ ടു ഇത്. ഇതിനെയാണ് പാരാമെട്രിക് ഇക്വേഷൻ എന്ന് പറയാം. ഓക്കെ, ഇനി രണ്ടാമത്തെ ഈ ചാപ്റ്ററിൽ രണ്ടാമത്തെ അറിയേണ്ട ഒരു ടോപ്പിക്ക്, പ്ലെയിൻ എടുത്തു കഴിഞ്ഞാൽ ഒരു ലൈൻ എടുത്തു. ആ ലൈൻ കിട്ടണമെങ്കിൽ നമുക്ക് 2 പോയിന്റ് കിട്ടിയാൽ മതി അല്ലേ, x1 y1, അതുപോലെ തന്നെ അടുത്തൊരു പോയിന്റ് x2 y2. ഇങ്ങനെ 2 പോയിന്റ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, പ്ലെയിനിലെ ഒരു ലൈൻ വരയ്ക്കാൻ പറ്റും. ഈ ലൈനിന് ഞാൻ ഒരു ഓറിയന്റേഷൻ തന്നു, ദാറ്റ് ഈസ് ഈ പോയിന്റിൽ നിന്ന് ഈ പോയിന്റിലേക്കാണ് ഓറിയന്റേഷൻ. അങ്ങനെയാണെങ്കിൽ ഈ ലൈനിന്റെ പാരാമെട്രിക് ഇക്വേഷൻ എങ്ങനെ കണ്ടുപിടിക്കും? ദാറ്റ് ഈസ് ഇക്വേഷൻ ഇതാണ്. 2 പോയിന്റ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്നത് y minus y1 divided by y2 minus y1, this equal to x minus x1 divided by x2 minus x1, this equal to t. ഈ ഇക്വേഷൻ നിങ്ങൾ അറിഞ്ഞിരിക്കണം. നിങ്ങൾക്ക് അറിയാണ്ടായിരിക്കും ഒരു പക്ഷേ, കോളേജിൽ എടുത്തപ്പോൾ നിങ്ങൾക്ക് നോട്ട് ചെയ്തിട്ടുണ്ടായിരിക്കും ഒരു പക്ഷേ, ഇല്ലെങ്കിൽ നിങ്ങൾ പഠിച്ചിരിക്കണം. അഥവാ ഞാൻ ഒരു എക്സാമ്പിൾ പറയാം. ഈ ഒരു പോയിന്റ് ദാറ്റ് ഈസ് xy പ്ലെയിൻ വരച്ചു, ഇതിലെ ഒരു പോയിന്റ് ദാറ്റ് ഈസ് 2 1, അടുത്തൊരു പോയിന്റ് 3 2. ദാറ്റ് ഈസ് ഞാൻ ഇവിടെ ഈ ലൈന്, ആ 2 പോയിന്റ് യോജിപ്പിച്ച ഒരു ലൈൻ വരയ്ക്കുകയാണ്. ഈ ഒരു ലൈനിന്റെ പാരാമെട്രിക് ഇക്വേഷൻ എന്താ, അല്ലെങ്കിൽ വെക്റ്റർ വാല്യൂഡ് ഫംഗ്ഷൻ എന്താ? അപ്പോൾ വെക്റ്റർ വാല്യൂഡ് ഫംഗ്ഷൻ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യണം, എക്സ് എന്താണെന്ന് അറിയണം അല്ലേ, കറസ്പോണ്ടിങ് വൈ എന്താണെന്ന് അറിയണം, എന്നിട്ട് ആർ ഓഫ് ടി ഈക്വൽ ടു നമ്മൾ എടുത്തെഴുതും. അതാണ് വെക്റ്റർ വാല്യൂഡ് ഫംഗ്ഷൻ. ഇതിനെ പാരാമെട്രിക് ഇക്വേഷൻ എന്നും ഇതിനെ വെക്റ്റർ വാല്യൂഡ് ഫംഗ്ഷൻ എന്നും എഴുതും. ഓക്കെ, അപ്പൊ ഇത് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുക, ഇവിടെ y മൈനസ് y1 ഏതാണോ സ്റ്റാർട്ടിംഗ് പോയിന്റ് അതിനെ നമ്മൾ x1 y1 വിളിക്കാം. ഏതാണോ എൻഡിങ് പോയിന്റ് അതിനെ x2 y2 എന്ന് വിളിക്കാം. എന്നിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, ദാറ്റ് ഈസ് y മൈനസ് y1. എന്താണ് y1? ദാറ്റ് ഈസ് y1, ഇത് x1, ഇത് y1, ഇത് x2, ഇത് y2. ദാറ്റ് ഈസ് എന്താണ് y1? ദാറ്റ് ഈസ് 1 ഡിവൈഡഡ് ബൈ y2 മൈനസ് y1, ദാറ്റ് ഈസ് 2 മൈനസ് 1. ദിസ് ഈക്വൽ ടു നെക്സ്റ്റ് x മൈനസ് x1, എന്താണ് x1? ദാറ്റ് ഈസ് 2 ഡിവൈഡഡ് ബൈ x2 മൈനസ് x1, എന്താണ് x2? ദാറ്റ് ഈസ് 3 മൈനസ് 2. ദാറ്റ് ഈക്വൽ ടു t. ഇതാണ് ഇക്വേഷൻ.
അപ്പോൾ ഇവിടെ നമുക്ക് രണ്ട് ഇക്വേഷൻ നമുക്ക് കണ്ടെത്താൻ പറ്റും. ഒന്ന് ഇത് രണ്ടും ഇക്വേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഇക്വേഷൻ കിട്ടും, ഇത് രണ്ടും ഇക്വേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഇക്വേഷൻ കിട്ടും. ദാറ്റ് ഈസ് ഒന്നാമത്തെ ഇക്വേഷൻ y - 1 ഡിവൈഡ് ബൈ 2 - 1 ദാറ്റ്സ് ഈക്വൽ ടു 1 ദാറ്റ്സ് ഈക്വൽ ടു t അല്ലേ. ഇത് മൂന്നും ഈക്വൽ ആയതുകൊണ്ട് ഇത് രണ്ടും ഈക്വൽ ആവും. അതുപോലെ തന്നെ ഇത് രണ്ടും ഈക്വൽ ആവും. രണ്ടാമത്തെ ഇക്വേഷൻ ആണ് x - 2 ഡിവൈഡ് ബൈ 1 ഈക്വൽ ടു t. അപ്പോൾ ഒന്നാമത്തെ ഇക്വേഷൻ എന്ത് കിട്ടും? y - 1 ഈക്വൽ ടു t ദാറ്റ് ഈസ് y ഈക്വൽ ടു 1 പ്ലസ് t കിട്ടും അല്ലേ. -1 ഇങ്ങോട്ട് എടുത്തു കഴിഞ്ഞാൽ +1 വരും. അതേപോലെ x ഈക്വൽ ടു എന്ത് വരും? ദാറ്റ് ഈസ് 2 പ്ലസ് t എന്ന് എഴുതാം അല്ലേ. ദാറ്റ് ഈസ് x - 2 ഈക്വൽ ടു t ദാറ്റ് ഈസ് x ഈക്വൽ ടു 2 പ്ലസ് t. therefore നമുക്ക് എന്ത് കിട്ടി? x കിട്ടി, y കിട്ടി അല്ലേ. അപ്പോൾ പാരാമെട്രിക് ഇക്വേഷൻ ആണ് ഈ ലൈനിന്റെ പാരാമെട്രിക് ഇക്വേഷൻ ചോദിച്ചു കഴിഞ്ഞാൽ x ഈക്വൽ ടു 2 ഇവിടെ x ഈക്വൽ ടു 2 പ്ലസ് ടി കറസ്പോണ്ടിങ് y ഈക്വൽ ടു എന്താണ്? y ഈക്വൽ ടു ഇവിടെ നോക്കിയാൽ മനസ്സിലാവും. എവിടെയായിരുന്നു? y ഈക്വൽ ടു 1 പ്ലസ് ടി. അപ്പൊ ഇതാണ് പാരാമെട്രിക് ഇക്വേഷൻ. വെക്റ്റർ വാല്യൂഡ് ഫംഗ്ഷൻ ചോദിച്ചു കഴിഞ്ഞാലോ r ഓഫ് ടി ഈക്വൽ ടു എന്താണ്? x ഓഫ് ടി 2 പ്ലസ് ടി ഐ പ്ലസ് നെക്സ്റ്റ് 1 പ്ലസ് ടി ജെ. ഇതാണ് ഒരു ലൈനിന്റെ പാരാമെട്രിക് ഇക്വേഷൻ. ഇനി ഇവിടെ ടി നോക്ക്, ഇവിടെ ടിക്ക് 0 കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു പോയിന്റ് കിട്ടും. ടൈം 0 വരുമ്പോൾ ഈ പോയിന്റ് കിട്ടും. ടൈം 1 ആകുമ്പോഴോ ഈ എൻഡിങ് പോയിന്റ് കിട്ടും. നോക്കിയാൽ മനസ്സിലാവും. എന്താണ് ടി ഈക്വൽ ടു 0 കൊടുക്കുമ്പോൾ എക്സ് എന്താണ്? ദാറ്റ് ഈസ് 2, വൈ എന്താണ്? 1, ദാറ്റ് ഈസ് 2 1. അപ്പൊ ടൈം 0 ആകുമ്പോൾ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത്. ടൈം 1 ആകുമ്പോൾ ഇവിടെ 1 കൊടുത്തു കഴിഞ്ഞാൽ എന്തായും? 2 പ്ലസ് 1 ദാറ്റ്സ് ഈക്വൽ ടു 3. വൈ എന്താണ്? 1 പ്ലസ് 1 ദാറ്റ്സ് ഈക്വൽ ടു 2. അപ്പോൾ ടി ഈക്വൽ ടു 0 ആകുമ്പോൾ ഈ ഒരു പോയിന്റ് കിട്ടും, ടി ഈക്വൽ ടു 1 ആകുമ്പോൾ ഈ ഒരു പോയിന്റ് കിട്ടും. അപ്പോൾ രണ്ടാമത്തേതായിട്ട് ഈ ഒരു ചാപ്റ്ററിൽ പഠിച്ചിട്ടുള്ള രണ്ടാമത്തെ ഒരു കാര്യം, ഒരു ആർബിറ്ററി ലൈന് തന്നു. നമ്മൾ സ്പേസിൽ പ്ലെയിനിലെ ഒരു ആർബിറ്ററി ലൈൻ തന്നു വിത്ത് 2 പോയിന്റ് x1 y1, വേറെ മറ്റൊരു പോയിന്റ് x2 y2, ഓറിയന്റേഷൻ തന്നു. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ പാരാമെട്രിക് ഇക്വേഷൻ ഒന്നുകൂടി ഞാൻ ഇക്വേഷൻ എഴുതാം. ദാറ്റ് ഈസ് y - y1 ഡിവൈഡ് ബൈ y2 - y1 ദിസ് ഈക്വൽ ടു x - x1 ഡിവൈഡ് ബൈ x2 - x1 ഈക്വൽ ടു t. ക്ലിയർ ആണോ? ഇക്വേഷൻ നിങ്ങൾ അറിഞ്ഞിരിക്കണം. ക്ലിയർ ആണോ? യെസ് സർ, ക്ലിയർ ആണ്. എക്സാമ്പിൾ ചെയ്യണോ? യെസ് സർ. എക്സാമ്പിൾ ചെയ്യണോ? ഇനി വേണ്ട. ഓക്കെ, ഇനി അടുത്തത് മൂന്നാമതായിട്ട് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കുന്ന വേറെ ഒരു കാര്യം, ഒരു സ്പേസിലെ ഒരു ആർബിറ്ററി ലൈൻ തന്നു. സ്പേസിലെ ടെക്സ്റ്റ് ബുക്കിലെ ടോപ്പിക്കാണ് ഇതെല്ലാം. എക്സ് ആക്സ് ചെയ്ത്, വൈ ആക്സ് ചെയ്ത്, സെഡ് ആക്സ് ചെയ്ത്. ഞാൻ ഇവിടെ ഒരു ലൈൻ തന്ന്, ദാറ്റ് ഈസ് ഈ ഒരു പോയിന്റ് തന്നു. തൊട്ട് മുന്നേ നമ്മൾ എന്ത് ചെയ്തേ? ഒരു പ്ലെയിൻ എടുത്തു കഴിഞ്ഞാൽ അതിലെ 2 പോയിന്റ് കിട്ടിക്കഴിഞ്ഞാൽ അതിന്റെ വെക്റ്റർ വാല്യൂഡ് ഫംഗ്ഷൻ. ഇനി ഞാൻ ഇവിടെ പറയുന്നത് ഒരു പോയിന്റും നമുക്ക് എന്ത് ചെയ്യാം? ഒരു ലൈൻ വരക്കണമെങ്കിൽ 2 കാര്യങ്ങൾ കിട്ടിയാൽ മതി. ഒരു ലൈൻ ഒരാളുടെ ബോർഡിൽ വരക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നെങ്കിൽ അവന് 2 പോയിന്റ് കിട്ടിക്കഴിഞ്ഞാൽ അത് യോജിപ്പിച്ച് വരക്കാം, അല്ലെങ്കിൽ അവനക്ക് ഒരു പോയിന്റും തരണം. ഏത് ലൈനാണോ അവൻ വരക്കുന്നത് അതിനോട് പാരലൽ ആയിട്ടുള്ള വേറെ ലൈനും അറിയാമെങ്കിൽ നമുക്ക് ഈ പോയിന്റ് കൂടി ഇതിനോട് യുണീക്ക് ആയിട്ട് ഒരു ലൈൻ വരക്കാം. ഇപ്പൊ ഒരാളോട് ലൈൻ ഒരു ബോർഡിൽ വരക്കാൻ പറഞ്ഞാൽ, ഒരു ലൈന് ബോർഡിൽ വരക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ അവനോട് ഏത് ലൈൻ വരക്കണം ചോദിച്ചു കഴിഞ്ഞാൽ അവനക്ക് വേണമെങ്കിൽ ഈ 2 പോയിന്റിലൂടെ ഉള്ള ലൈൻ വരക്കാൻ പറഞ്ഞാൽ അവന് യുണീക്ക് ആയിട്ട് വരക്കും. ഇനി ഈ 2 പോയിന്റ് കൊടുക്കണമെന്നില്ല, വേറെ എന്ത് കൊടുത്താൽ മതി? ഒരു പോയിന്റും ഈ ലൈനോട് പാരലൽ ആയിട്ടുള്ള ഒരു ലൈൻ വരക്ക്. ഈ പോയിന്റിലൂടെ പാസിങ് വേണം, ഈ ലൈനോട് പാരലൽ ആവണം. അപ്പോഴും അവൻ യുണീക്ക് ആയിട്ട് ഇങ്ങനെ വരക്കും. അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ലൈനിനെ റെപ്രസെന്റ് ചെയ്യാണ്, ഒരു ലൈനിനെ വരക്കണമെങ്കിൽ 2 ഡാറ്റ മതി. ഒന്നെങ്കിൽ 2 പോയിന്റ് തരണം, അല്ലെങ്കിൽ ഒരു പോയിന്റ് തരണം. ഏത് ലൈനാണോ അതിനോട് പാരലൽ ആയിട്ടുള്ള ഒരു വെക്ടറും തരണം. അപ്പൊ രണ്ടാമത്തെ കേസ് 2 പോയിന്റ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാൻ പറ്റും. ഇനി രണ്ടാമത്തെ കേസ് നമുക്ക് എന്ത് കിട്ടി? ഒരു പോയിന്റ് കിട്ടി, അതുപോലെ തന്നെ ഒരു പാരലൽ വെക്ടറും കിട്ടി. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ വെക്റ്റർ വാല്യൂഡ് ഫംഗ്ഷൻ എങ്ങനെ കണ്ടുപിടിക്കും? ദാറ്റ് ഈസ് ഞാൻ വരക്കാൻ പോകുന്നത് ഈ ലൈനിന്റെ വെക്റ്റർ വാല്യൂഡ് ഫംഗ്ഷൻ ആണ്. ദാറ്റ് ഈസ് ഈ ഒരു പോയിന്റ് ഞാൻ എടുക്കുന്നത് A1 A2 A3 ഇങ്ങനെ എടുക്കാൻ പോവാം. അങ്ങനെയാണെങ്കിൽ ഈ വെക്റ്റർ ഏതാണ്? ഈ വെക്റ്റർ ഇതിനെ പൊസിഷൻ വെക്റ്റർ എന്ന് പറയും. ഇതിന്റെ പൊസിഷൻ വെക്റ്റർ, ഈ പോയിന്റ് പൊസിഷൻ വെക്റ്റർ. ദാറ്റ് ഈസ് ഇതിനെ നമുക്ക് എന്ത് ചെയ്യാം? A1i പ്ലസ് A2j പ്ലസ് A3k എന്ന് എഴുതാം അല്ലേ. ദാറ്റ് ഈസ് ഈ ലൈന് L B എന്ന വെക്റ്ററിനോട്
പാരലൽ ആയിട്ടുള്ള ഈ ലൈനിന്റെ വെക്റ്റർ വാല്യൂഡ് ഫംഗ്ഷൻ പഠിച്ചിരിക്കുക. ദാറ്റ് ഈസ് ഇതിന്റെ വെക്റ്റർ വാല്യൂഡ് ഫംഗ്ഷൻ ഇതാണ്. ആർ ഓഫ് ടി ഈക്വൽ ടു എ ഓഫ് ടി പ്ലസ് ടി ഇൻറ്റു ബി, അല്ലെങ്കിൽ എ ഓഫ് ടി എന്നല്ല, എ പ്ലസ് വെക്റ്റർ എ പ്ലസ് ടി വെക്റ്റർ ബി. ദാറ്റ് ഈസ് എ എന്നുള്ള വെക്ടറാണ് ഞാൻ ഇവിടെ എഴുതിയിട്ടുള്ളത്. അഥവാ ഈ ഒരു പോയിന്റ് കിട്ടിക്കഴിഞ്ഞാൽ എ ഐ പ്ലസ് A2j പ്ലസ് A3k, അതാണ് എ ഐ. ബി എന്ന വെക്ടർ നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, B1i പ്ലസ് B2j പ്ലസ് B3k ഇങ്ങനെ കൊടുക്കാം. അങ്ങനെയാണെങ്കിൽ ഈ ലൈനിന്റെ വെക്റ്റർ വാല്യൂഡ് ഫംഗ്ഷൻ എന്താണ്? ദാറ്റ് ഈസ് A1i പ്ലസ് A2j പ്ലസ് A3k. കാണാതെ പഠിക്കേണ്ട ഇക്വേഷൻസ് ആണ് ഇതൊക്കെ. ദാറ്റ് ഈസ് നെക്സ്റ്റ് ടി ഇൻറ്റു B1i പ്ലസ് B2j പ്ലസ് B3k അല്ലേ. ഇതിനെ വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇതിനെ വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെ എഴുതാം അല്ലേ, A1i പ്ലസ് A2j പ്ലസ് A3k. ഇവിടെ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് വരും, B1ti പ്ലസ് B2tj പ്ലസ് നെക്സ്റ്റ് B3tk അല്ലെ. ടി ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഐയുടെ ഒരു കമ്പോണന്റ് ഇവിടെ ഉണ്ട്, ഇവിടെയും ഐയുടെ കമ്പോണന്റ് ഉണ്ട്, ഇവിടെ ജെയുടെ ഉണ്ട്, ഇവിടെ ജെയുടെ ഉണ്ട്, ഇവിടെ കെയുടെ ഉണ്ട്, ഇവിടെ കെയുടെ ഉണ്ട്. therefore നമുക്ക് എന്ത് ചെയ്യാം, അത് ഒന്നിച്ച് എഴുതാം. A1 പ്ലസ് B1ti പ്ലസ് A2 പ്ലസ് B2tj നെക്സ്റ്റ് പ്ലസ് A3 പ്ലസ് B3tk. ഇതാണ് എന്ത്, ഈ ലൈനിന്റെ വെക്റ്റർ വാല്യൂഡ് ഫംഗ്ഷൻ. അപ്പോൾ നിങ്ങളോട് ചോദിച്ചു ഈ ലൈനിന്റെ പാരാമെട്രിക് ഇക്വേഷൻ എന്താ? ഈ ലൈനിന്റെ പാരാമെട്രിക് ഇക്വേഷൻ ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ x ഈക്വൽ ടു എഴുതണം, കാരണം സ്പേസ് ആണ്. y ഈക്വൽ ടു എഴുതണം, z ഈക്വൽ ടു എഴുതണം. എന്താണ് x? ഐയുടെ കൂടെയുള്ള ടേം ആണ് x. therefore A1 പ്ലസ് B1t. ജെയുടെ കൂടെയുള്ള ടേം ആണ് y, ദാറ്റ് ഈസ് A2 പ്ലസ് B2t. നെക്സ്റ്റ് കെയുടെ കൂടെയുള്ള ടേം ആണ് എന്ത്, z അല്ലേ, ദാറ്റ് ഈസ് A3 പ്ലസ് B3t. ഇതാണ് എന്ത്, പാരാമെട്രിക് ഇക്വേഷൻ. ക്ലിയർ ആണോ നിങ്ങൾക്ക്? ക്ലിയർ ആണോ? ഇത് സാർ ഇതൊരു പോയിന്റും അതിനൊരു പാരലായിട്ട് ഒരു ലൈനും തന്നാലുള്ള കേസത്താണ് പറഞ്ഞത്. ഇതെന്താ ഞാൻ പറഞ്ഞത്, ഈ പോയിന്റ് നമുക്കറിയാം, ഈ പോയിന്റ് ആണ് A1 A2 A3. അതുപോലെ തന്നെ ഏതാണ് നമ്മുടെ വെക്റ്റർ, ആ വെക്റ്ററിനോട് പാരലൽ ആയിട്ടുള്ള ഏതാണ് നമ്മുടെ ലൈന്, ആ ലൈനോട് പാരലൽ ആയിട്ടുള്ള ഒരു വെക്റ്റർ നമുക്ക് കിട്ടുന്നുണ്ടെങ്കിൽ അതിന്റെ വെക്റ്റർ വാല്യൂഡ് ഫംഗ്ഷൻ ആണ് ഇത്. അപ്പൊ ഇത്രയും പറയാൻ കാരണം പ്രോബ്ലം ചെയ്യുമ്പോൾ നമുക്ക് ഈ കൺസെപ്റ്റ് അറിയണം, അല്ലെങ്കിൽ നമുക്ക് കിട്ടില്ല. അപ്പോൾ നിങ്ങൾ കാണാതെ പഠിക്കുന്നത് എന്താ അതിന്റെ കൺസെപ്റ്റ് എന്നുള്ളത് ഓർത്ത് വെക്കണം. ഓക്കെ ഓക്കെ ഓക്കെ. നെക്സ്റ്റ് അടുത്തത്, അപ്പോൾ മൂന്ന് കാര്യങ്ങൾ പറഞ്ഞു. ഒന്നാമത്തെ പ്ലെയിനിലുള്ള ഫംഗ്ഷന്റെ പാരാമെട്രിക് ഇക്വേഷൻ. രണ്ടാമത്തെ പ്ലെയിനിൽ ഒരു ആർബിറ്ററി ലൈൻ തന്നു വിത്ത് ഓറിയന്റേഷൻ. അങ്ങനെയാണെങ്കിൽ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. മൂന്നാമത്തെ സ്പേസിലെ ഒരു ലൈൻ തന്നു, ആ ലൈൻ ഒരു പോയിന്റ് കൂടി പാസ് ചെയ്യുന്നുണ്ട്, ഒരു വെക്ടറിനോട് പാരലൽ ആണെങ്കിൽ അതിന്റെ വെക്ടർ വാല്യൂഡ് ഫംഗ്ഷൻ നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റണം. ഇനി നാലാമത്തെ സർക്കിളിന്റെ പാരാമെട്രിക് ഇക്വേഷൻ. എങ്ങനെ സർക്കിളിന്റെ പാരാമെട്രിക് ഇക്വേഷൻ എങ്ങനെ കണ്ടുപിടിക്കും? ദാറ്റ് ഈസ് ഇക്വേഷൻ സർക്കിളിന് നമുക്ക് എന്താ പോളാർ ഫോം നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. ഏതൊരു പോയിന്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, അതിനെ രണ്ട് രീതിയിൽ റെപ്രസെന്റ് ചെയ്യാം. ഇവിടെ XY എന്ന് കാർട്ടീഷ്യൻ കോർഡിനേറ്റ് സിസ്റ്റത്തിൽ റെപ്രസെന്റ് ചെയ്യാം. അതുപോലെ തന്നെ പോളാറിൽ നമുക്ക് റെപ്രസെന്റ് ചെയ്യാം. ദാറ്റ് ഈസ് പോളാർ നമ്മൾ r തീറ്റ എന്ന് ഡിനോട്ട് ചെയ്യാറുണ്ട്. ദാറ്റ് ഈസ് r എന്നുള്ളത് ഇവിടുന്ന് ഇങ്ങോട്ടുള്ള ഡിസ്റ്റൻസ്, ഇത് r. തീറ്റ എന്നുള്ളത് ഇത് തീറ്റ. ഓക്കെ റിഫാ സാർ സ്പേസിലുള്ള അതിന്റെ ഏറ്റവും ഒരു പ്രോബ്ലം ചെയ്തു തരുമോ? നമ്മൾ ഒരുപാട് പ്രോബ്ലംസ് ടെക്സ്റ്റ് ബുക്കിൽ എല്ലാ പ്രോബ്ലംസും നമ്മൾ ചെയ്യുന്നുണ്ട്. ജസ്റ്റ് കുറച്ച് തിയറി പറഞ്ഞിട്ട് നമുക്ക് കംപ്ലീറ്റ് പ്രോബ്ലംസ് ചെയ്യുന്നുണ്ട്. എല്ലാ ഒറ്റ പ്രോബ്ലം വിട്ടു പോകുന്നില്ല, കംപ്ലീറ്റ് പ്രോബ്ലംസ് നമ്മൾ ചെയ്തിട്ട് നെക്സ്റ്റ് ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യുള്ളൂ. ഓക്കെ, അപ്പോൾ ഞാൻ ജസ്റ്റ് നമുക്ക് ഇന്ന് കുറച്ച് റിസൾട്ട് പഠിക്കുകയാണ്, എന്നിട്ട് ബാക്കിയുള്ള പ്രോബ്ലംസ് ഇന്ന് സ്റ്റാർട്ട് ചെയ്യാം, ബാക്കിയുള്ള എന്ത് ചെയ്യാം അടുത്ത ക്ലാസ് നമ്മൾ ചെയ്യും. ഒരു പ്രോബ്ലം വിട്ടു പോകില്ല, എല്ലാ പ്രോബ്ലംസും നമ്മൾ ഇവിടെ ചെയ്യും. ഇനി മൂന്നാമത്തേത് ഞാൻ പറഞ്ഞു വന്നത് സർക്കിളിന്റെ പാരാമെട്രിക് ഇക്വേഷൻ. വെരി വെരി ഇമ്പോർട്ടന്റ് ആണ് സർക്കിളിന്റെ പാരാമെട്രിക് ഇക്വേഷൻ. അതിന്റെ തൊട്ട് മുന്നേ ഇതാണ് സർക്കിളിന്റെ പാരാമെട്രിക് ഇക്വേഷൻ. ദാറ്റ് ഈസ് r of t ഈക്വൽ ടു a cos t i പ്ലസ് a sin tj. എങ്ങനെ കിട്ടിയെന്ന് പറയാം, കാരണം ഇതിന്റെ തിയറി കുറച്ച് അറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രോബ്ലം ചെയ്യുമ്പോൾ വളരെ സിമ്പിൾ ആയിരിക്കും. അതിന് വേണ്ടിയിട്ട് ഞാൻ ഓരോന്നിന്റെ തിയറി ജസ്റ്റ് ചെറിയ ചെറിയ തിയറീസ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിൽ പറയുന്നത്. അപ്പൊ r of t ഈക്വൽ ടു a cos t i പ്ലസ് a sin tj ആണ്. എങ്ങനെ ഇത് കിട്ടി? ദാറ്റ് ഈസ് നമുക്കറിയാം, ഇവിടെ ഒരു പ്ലെയിനിലെ ഒരു പോയിന്റ് എടുത്തു കഴിഞ്ഞാൽ
നമുക്ക് എന്തുകൊണ്ടാണ് ഇവിടെ ഇക്വേഷൻ എഴുതാൻ പറ്റാത്ത? സർക്കിൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് സർക്കിള്, പക്ഷെ ഇത് ഫംഗ്ഷൻ അല്ല. തൊട്ടു മുന്നേ ഞാൻ പറഞ്ഞു ഫംഗ്ഷൻ ആണെങ്കിൽ വളരെ സിമ്പിൾ ആണ്. സർക്കിളിന്റെ ഇക്വേഷൻ എന്താണ്? എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു റേഡിയസ് ആർ ആണെങ്കിൽ അല്ലെങ്കിൽ റേഡിയസ് എ ആണെങ്കിൽ എ സ്ക്വയർ. പക്ഷെ നമ്മൾ ഇങ്ങനെ വരയ്ക്കുമ്പോൾ ഇവിടെ 2 പോയിന്റ് ടച്ച് ചെയ്യുന്നുണ്ട്. ടച്ച് ചെയ്യില്ലെങ്കിൽ വളരെ സിമ്പിൾ ആയിരുന്നു പാരാമീറ്റർ ഇക്വേഷൻ കണ്ടുപിടിക്കാൻ. പക്ഷെ സർക്കിള് ഇത് ഇക്വേഷൻ അല്ല, ഇത് ഒരിക്കലും ഇത് ഫംഗ്ഷൻ അല്ല, ഇക്വേഷൻ ആണ്, ഫംഗ്ഷൻ അല്ല. ഇത് എന്താണ്? ഒരു ഇക്വേഷൻ ആണ്. ആ ഇക്വേഷന്റെ ഇമേജ് ആണ് ഇത്, അല്ലാതെ ഫംഗ്ഷൻ അല്ല. ഫംഗ്ഷൻ ആണെങ്കിൽ 2 പോയിന്റ് കൂടി ടച്ച് ചെയ്യില്ല ഒരിക്കലും. അപ്പൊ ഇത് തൊട്ട് മുന്നത്തെ പോലെ സിമ്പിൾ ആയിട്ട് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, therefore നമ്മൾ എന്ത് ചെയ്യും? അതിന്റെ ചെറിയൊരു ജോമെട്രി പറഞ്ഞ് അതിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യും? മനസ്സിലാക്കി എടുക്കും. ദാറ്റ് ഈസ് ഏതൊരു പോയിന്റ് എടുത്തു കഴിഞ്ഞാലും നമുക്ക് 2 രീതിയിൽ അതിനെ റെപ്രസെന്റ് ചെയ്യാം. കാർട്ടീഷ്യൻ കോർഡിനേറ്റ് സിസ്റ്റം 2 അല്ല, കുറെ രീതിയിൽ റെപ്രസെന്റ് ചെയ്യാം. പ്ലെയിനില് 2 രീതിയിൽ മെയിൻ ആയിട്ട് റെപ്രസെന്റ് ചെയ്യാം. ഒന്ന് കാർട്ടീഷ്യൻ കോർഡിനേറ്റ് സിസ്റ്റം. എന്താ കാർട്ടീഷ്യൻ കോർഡിനേറ്റ് സിസ്റ്റം? ഈ ഒരു പോയിന്റിൽ നിന്ന് എക്സ് ആക്സിലേക്ക് നമ്മൾ വരച്ചു കഴിഞ്ഞാൽ ഏത് പോയിന്റിലാണ് ചെയ്യുന്നത്? അതാണ് എക്സ്. ഈ ഒരു പോയിന്റിൽ നിന്ന് ഇങ്ങോട്ട് വരച്ചു കഴിഞ്ഞാൽ ഏത് പോയിന്റിലാണ് ചെയ്യുന്നത്? അതാണ് വൈ. ഇതാണ് കാർട്ടീഷ്യൻ കോർഡിനേറ്റ് സിസ്റ്റം, അല്ലെങ്കിൽ റെക്ടാങ്കുലർ കോർഡിനേറ്റ് സിസ്റ്റം എന്ന് പറയുന്നത്. ഇനി ആർ തീറ്റ പോളാർ കോർഡിനേറ്റ് സിസ്റ്റം, അത് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇവിടെ നിന്ന് ഇങ്ങോട്ട് എടുത്തു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് ഈ ഡിസ്റ്റൻസ് ആണ് ആറ്. ഇത് റേഡിയസ് ലൈൻ എന്നാണ് പറയുക. ഏതാണ് പോയിന്റ്? ആ പോയിന്റിലേക്ക് ഒറിജിനിൽ നിന്ന് നമ്മൾ ലൈൻ വരയ്ക്കുന്നതിന് റേഡിയസ് ലൈൻ എന്ന് പറയും. ഈ റേഡിയസ് ലൈനും പോസിറ്റീവ് എക്സ് ആക്സും തമ്മിലുള്ള ആംഗിൾ ആണ് ദാറ്റ് ഈസ് തീറ്റ. ഓക്കെ, അപ്പോൾ ഇതാണ് ആർ തീറ്റ പോളാർ കോർഡിനേറ്റ് സിസ്റ്റം. അപ്പൊ ഇവിടെ നമുക്ക് ഈ ത്രികോണം കിട്ടി അല്ലെ, ഒരു ട്രയാങ്കിൾ കിട്ടി. ആ ട്രയാങ്കിൾ എല്ലാ സൈഡും നമുക്കറിയാം. ഈ സൈഡ് ആറാണ്, ഈ സൈഡ് എന്താണ്? ഈ സൈഡ് ഈ ലെങ്ത് തന്നെ ആയിരിക്കും, ഈ ലെങ്ത് തന്നെ ആയിരിക്കും ഈ സൈഡ്. അത് നമുക്കറിയാം വൈ ആണ് അല്ലെ, ഈ ലെങ്ത് വൈ ആയതുകൊണ്ട് ഇത് വൈ ആണ്. നെക്സ്റ്റ് ഈ ലെങ്ത് എന്താണ്? ദാറ്റ് ഈസ് എക്സ് അല്ലെ. ഇവിടെ ടച്ച് ചെയ്യുന്ന പോയിന്റ് എക്സ് ആണെങ്കിൽ ഈ ഡിസ്റ്റൻസ് എന്തായിരിക്കും? എക്സ് ആയിരിക്കും. അപ്പോൾ ട്രയാങ്കിൾ കിട്ടി, റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആണ്. therefore നമുക്ക് എന്ത് ചെയ്യാം? പൈതഗോറിയൻ ട്രിഗണോമെട്രി റിസൾട്ട് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. therefore cos തീറ്റ ഈക്വൽ ടു, അതുപോലെ തന്നെ സൈൻ തീറ്റ ഈക്വൽ ടു, സൈൻ തീറ്റ ഓപ്പോസിറ്റ് സൈഡ് ഡിവൈഡ് ബൈ ദാറ്റ് ഈസ് y ഡിവൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് ദാറ്റ് ഈസ് ഡിവൈഡ് ബൈ r. അതുപോലെ തന്നെ cos തീറ്റ എന്താണ്? അഡ്ജസന്റ് സൈഡ് ഡിവൈഡ് ബൈ ദാറ്റ് ഈസ് x ഡിവൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് ദാറ്റ് ഈസ് r അല്ലേ. ദാറ്റ് ഈസ് ഈക്വൽ ടു x ഈക്വൽ ടു എന്ത് എഴുതാം? r ഇൻറ്റു കോസ് തീറ്റ എന്ന് എഴുതാം, y ഈക്വൽ ടു r ഇൻറ്റു സൈൻ തീറ്റ എന്ന് എഴുതാം. പക്ഷെ നമ്മൾ ആർ ഓഫ് ടി നമ്മൾ എടുക്കുന്ന പാരാമീറ്റർ എപ്പോഴും ടി ആയതുകൊണ്ട് ഈ തീറ്റയുടെ പകരം ഞാൻ ടി എന്ന് എഴുതാൻ പോവാ. therefore നമ്മുടെ ഇക്വേഷൻ എന്തായി? ദാറ്റ്സ് ഈക്വൽ ടു ടി. ഇവിടെയും ടി. റേഡിയസ് ആർ ആണെങ്കിൽ എന്താണ്? എക്സ് ഈക്വൽ ടു ആർ കോസ് ടി, y ഈക്വൽ ടു ആർ സൈൻ ടി. രണ്ടൊന്ന് സ്ക്വയർ ചെയ്ത് നോക്കി. എക്സ് സ്ക്വയർ ചെയ്ത് കഴിഞ്ഞാൽ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ എന്താ വരിക? ദാറ്റ് ഈസ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ആർ സ്ക്വയർ കോസ് സ്ക്വയർ ടി പ്ലസ് ആർ സ്ക്വയർ സൈൻ സ്ക്വയർ ടി ദാറ്റ്സ് ഈക്വൽ ടു ആർ സ്ക്വയർ ഇൻറ്റു കോസ് സ്ക്വയർ ടി പ്ലസ് സൈൻ സ്ക്വയർ ടി ദാറ്റ്സ് ഈക്വൽ ടു 1 വരും അല്ലേ. ചെറിയ എല്ലാവർക്കും അറിയുന്ന റിസൾട്ട് ആണ് കോസ് സ്ക്വയർ ടി പ്ലസ് സൈൻ സ്ക്വയർ ടി ദാറ്റ് ഈസ് ഈക്വൽ ടു ആർ സ്ക്വയർ. എന്താ കിട്ടി? എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു ആർ സ്ക്വയർ. ദാറ്റ് ഈസ് സർക്കിൾ. റേഡിയസ് എ ആണെങ്കിലോ ഈ ആറിന്റെ സ്ഥാനത്ത് എ ആയിരിക്കും അല്ലെ. അങ്ങനെയാണെങ്കിൽ എക്സ് ഈക്വൽ ടു എ കോസ് ടി, വൈ ഈക്വൽ ടു എ സൈൻ ടി കിട്ടി. therefore ആർ ഓഫ് ടി എന്തായി? ദാറ്റ് ഈസ് എക്സ് എന്താണ്? എക്സ് ഈക്വൽ ടു എ കോസ് ടി, വൈ ഈക്വൽ ടു എ സൈൻ ടി. therefore ആർ ഓഫ് ടി ഈക്വൽ ടു എ കോസ് ടി ഐ പ്ലസ് എ സൈൻ ടി ജെ. നിങ്ങൾക്ക് ഒന്നും മനസ്സിലായിട്ടില്ലെങ്കിൽ ഒരു പ്രശ്നമില്ല, ഈ ഇക്വേഷൻ നിങ്ങൾ അറിഞ്ഞിരുന്നാൽ മതി. ദാറ്റ് ഈസ് സർക്കിളിന്റെ പാരാമീറ്റർ ഇക്വേഷൻ. ആർ ഓഫ് ടി ഈക്വൽ ടു എ കോസ് ടി ഐ പ്ലസ് എ സൈൻ ടി. ഇത് ടി എവിടെ മുതൽ എവിടെ വരെ വാരി ചെയ്യണം? എപ്പോഴാണ് സർക്കിൾ ആവുക? സർക്കിൾ ആവണമെങ്കിൽ ഈ ഒരു പോയിന്റ് ഈ ടി ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്ത് ഇങ്ങനെ പോണം അല്ലെ. ഇതാണ് സർക്കിൾ. അപ്പൊ ഈ ഒരു പോയിന്റ് 0 സ്റ്റാർട്ട് ചെയ്ത് ഇങ്ങനെ ആംഗിൾ എവിടെ മുതൽ എവിടെ വരെ വാരി ചെയ്യണം? ആംഗിൾ 0 മുതൽ ഇങ്ങനെ കംപ്ലീറ്റ് ഒന്ന് റൊട്ടേറ്റ് ചെയ്യണം, അപ്പോഴേ സർക്കിൾ വരുള്ളൂ. അപ്പൊ സർക്കിളിന്റെ പാരാമീറ്റർ ഇക്വേഷൻ ചോദിച്ചു കഴിഞ്ഞാൽ ഇതും എഴുതാം, അതിന്റെ കൂടെ 0 to 2π ടി വാരി ചെയ്യുന്നത്, അല്ലെങ്കിൽ 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു ടി ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2π എന്ന് എഴുതാം. ഇതാണ് സർക്കിൾ. ക്ലിയർ ആണോ? ക്ലിയർ ആണോ? ഓക്കെ, അപ്പൊ നിങ്ങളോട് ഇതിന്റെ പാരാമീറ്റർ ഇക്വേഷൻ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എങ്ങനെ എഴുതും? ഇതിന്റെ പാരാമീറ്റർ ഇക്വേഷൻ ആർ ഓഫ് ടി ഈക്വൽ ടു ഇതന്നെയാണ് ഇതിന്റെ പാരാമീറ്റർ ഇക്വേഷൻ. ആർ ഓഫ് ടി ഈക്വൽ ടു എ കോസ് ടി ഐ പ്ലസ് എ സൈൻ ടി ജെ. പക്ഷെ എന്ത് മാറ്റി എഴുതേണ്ടി വരും? 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു ടി ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2π വരെ പോകുന്നില്ല, പൈ വരെ പോകുന്നുള്ളൂ, ദാറ്റ് ഈസ് പൈ വരെ. അപ്പൊ ഇതെന്താണ്? ഇതിന്റെ പാരാമീറ്റർ ഇക്വേഷൻ ചോദിച്ചു കഴിഞ്ഞാൽ ഇതാണ്. ഇനി π/4 നിങ്ങൾക്ക് തന്നിട്ടുണ്ടെങ്കിലോ? ദാറ്റ് ഈസ് ഇതാണ്
ആ കർവിന്റെ, ഇതൊന്നും സർക്കിൾ അല്ല, കർവാണ്. സർക്കിൾ ആവണമെങ്കിൽ ടി എന്താണ് 0 മുതൽ 2π വരെ വാരി ചെയ്യാം. ഓക്കെ, ക്ലിയർ ആണോ? അപ്പോൾ 4 കാര്യങ്ങൾ. ഒന്നാമത്തെ ഞാൻ വീണ്ടും പറയുന്നത് പ്ലെയിനിലുള്ള ഫംഗ്ഷന്, രണ്ടാമത്തെ പ്ലെയിനിലുള്ള ലൈന്, മൂന്നാമത്തെ സ്പേസിലുള്ള ഒരു ലൈന്, നാലാമത്തെ സർക്കിള്, നാലാമത്തെ ടോപ്പിക് സർക്കിളിന്റെ പാരാമെട്രിക് ഇക്വേഷൻ. ഇനി അഞ്ചാമത്തെ എന്താണ് സർക്കിളും എലിപ്സും തമ്മിലുള്ള വ്യത്യാസം? സർക്കിൾ നമ്മൾ ഇങ്ങനെ വരക്കും അല്ലെ, സർക്കിൾ നമ്മൾ ഇങ്ങനെ വരക്കും. ഇതിന്റെ പ്രത്യേകത എക്സ് ആക്സില് എവിടെ ടച്ച് ചെയ്യുന്നു? ദാറ്റ് ഈസ് ആർ ആണെങ്കിൽ ഇവിടെയും ആർ ഡിസ്റ്റൻസ് ടച്ച് ചെയ്യും, ഇവിടെയും ആർ ഡിസ്റ്റൻസ് ടച്ച് ചെയ്യും, ഇവിടെയും എല്ലാ സൈഡും ആർ ഡിസ്റ്റൻസ് ആ. സർക്കിളിന്റെ ഇക്വേഷൻ തന്നെ എന്താണ്? ഒരു സർക്കിളിന്റെ കൺസെപ്റ്റ് തന്നെ എന്താണ്? ഒരു പോയിന്റിൽ നിന്നും ഈക്വൽ ഡിസ്റ്റൻസിലുള്ള പോയിന്റിന്റെ കളക്ഷൻ. അതാണ് സർക്കിൾ പറഞ്ഞാൽ തന്നെ. പക്ഷെ എലിപ്സ് വേറെ രീതിയിലാണ്. എലിപ്സ് പറഞ്ഞു കഴിഞ്ഞാൽ ഈ രണ്ട് സൈഡും ഈക്വൽ ഡിസ്റ്റൻസ്, ഈ രണ്ട് സൈഡും ഈക്വൽ ഡിസ്റ്റൻസ്. ദാറ്റ് ഈസ് ഇത് എയിൽ ടച്ച് ചെയ്യുകയാണെങ്കിൽ ഇത് ബിയിൽ ടച്ച് ചെയ്യും. അപ്പൊ ഇവിടെ സർക്കിളിന്റെ ഇക്വേഷൻ ഇങ്ങനെയാണ്, എക്സ് സ്ക്വയർ ഡിവൈഡ് ബൈ ആർ സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഡിവൈഡ് ബൈ ആർ സ്ക്വയർ ഈക്വൽ ടു 1 അല്ലേ? ഇത് തന്നെയാണ് സർക്കിൾ, കാരണം കോമൺ ഡിനോമിനേറ്റർ ആണ്. ഇതിനെ നമുക്ക് ഇങ്ങനെ എഴുതാം, എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഓൾ ഡിവൈഡ് ബൈ ആർ സ്ക്വയർ ഈക്വൽ ടു 1. ദാറ്റ് ഈസ് ഇതിനെ ഇങ്ങോട്ട് എടുത്തു കഴിഞ്ഞാൽ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു ആർ സ്ക്വയർ. അപ്പോൾ എക്സ് എവിടെ ടച്ച് ചെയ്യണോ അത് 6, വൈ എവിടെ ടച്ച് ചെയ്യുന്നു അത് 6. കാരണം എക്സ് ആക്സില് രണ്ടിലും 6 ടച്ച് ചെയ്യുന്നു, വൈ ആക്സില് രണ്ടിലും 6 ടച്ച് ചെയ്യുന്നു. എക്സ് സർക്കിളിന്റെ പാരാമെട്രിക് ഇക്വേഷൻ ആണ് എക്സ് ഓഫ് ആർ ഓഫ് ടി ഈക്വൽ ടു എ കോസ് ടി ഐ പ്ലസ് എ റേഡിയസ് എ ആണെങ്കിൽ ദാറ്റ് ഈസ് എ സ്ക്വയർ ആണെങ്കിൽ ദാറ്റ് ഈസ് എ കോസ് ടി ഐ പ്ലസ് എ സൈൻ ടി ജെ ആണ്. പക്ഷെ എലിപ്സ് അങ്ങനെയല്ല. എലിപ്സ് എന്താണ്? എക്സ് സ്ക്വയർ ഡിവൈഡ് ബൈ എ സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഡിവൈഡ് ബൈ ബി സ്ക്വയർ ഈക്വൽ ടു 1 ആണ്. അവിടെ എക്സിൽ ടച്ച് ചെയ്യുന്നത് എയിലും വൈയിൽ ടച്ച് ചെയ്യുന്നത് വൈ ആക്സിൽ ടച്ച് ചെയ്യുന്നത് ബിയിലും ആണ്. ദാറ്റ് ഈസ് ഇവിടെ മൈനസ് ബി, ഇവിടെ മൈനസ് എ എയിൽ ഇങ്ങനെ ടച്ച് ചെയ്യും. അങ്ങനെയാണെങ്കിൽ ജസ്റ്റ് ഒന്ന് കമ്പയർ ചെയ്താൽ മതി. ഇവിടെ എക്സിൽ ടച്ച് ചെയ്യുന്ന പോയിന്റ് ആണ് എ, ഇവിടെയും വൈയിൽ ടച്ച് ചെയ്യുന്ന പോയിന്റ് ആണ് എ അല്ലെ? എല്ലാ സ്ഥലത്തും ഒരേപോലെ. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ ഇക്വേഷൻ എങ്ങനെയാവും? ആർ ഓഫ് ടി ഈക്വൽ ടു എ cos ti പ്ലസ് b sin tj. കാരണം എക്സ് ആക്സിൽ എയിൽ ടച്ച് ചെയ്യണം, വൈ ആക്സിൽ ബിയിൽ ടച്ച് ചെയ്യണം. ഇതാണ് എലിപ്സിന്റെ പാരാമെട്രിക് ഇക്വേഷൻ. ക്ലിയർ ആണോ? ക്ലിയർ ആണോ? ഓക്കെ. അപ്പൊ ഇതിന്റെ ഒക്കെ പാരാമെട്രിക് ഇക്വേഷൻ എഴുതാൻ പറ്റണം. അപ്പൊ സർക്കിളിന്റെ പാരാമെട്രിക് വെക്ടർ വാല്യൂഡ് ഫംഗ്ഷൻ നമുക്കറിയാം, ആർ ഓഫ് ടി ഈക്വൽ ടു എ കോസ് ടി ഐ പ്ലസ് എ സൈൻ ടി ജെ. അങ്ങനെയാണെങ്കിൽ പാരാമെട്രിക് ഇക്വേഷൻ ആണ് എക്സ് ഈക്വൽ ടു എ കോസ് ടി, വൈ ഈക്വൽ ടു എ സൈൻ ടി. എലിപ്സിന്റെ നമ്മൾ തൊട്ട് മുന്നേ എഴുതി, എലിപ്സിന്റെ എ കോസ് ടി അല്ലെ? ഇക്വേഷൻ എന്താണ്? ഇതിന്റെ ഇക്വേഷൻ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു എ സ്ക്വയർ. എലിപ്സിന്റെ ഇക്വേഷൻ എന്താണ്? എക്സ് സ്ക്വയർ ഡിവൈഡ് ബൈ എ സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഡിവൈഡ് ബൈ ബി സ്ക്വയർ ഈക്വൽ ടു 1 ആണ്. അങ്ങനെയാണെങ്കിൽ വെക്ടർ വാല്യൂഡ് ഫംഗ്ഷൻ ആണ് എ കോസ് ടി ഐ പ്ലസ് ബി sin tj. പാരാമെട്രിക് ഇക്വേഷൻ ആണ് x ഈക്വൽ ടു a cos t, y ഈക്വൽ ടു b sin t. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. നെക്സ്റ്റ് ഞാൻ 3 ഡയമെൻഷനിലേക്ക് പോവാണ്. 3 ഡയമെൻഷനിലേക്ക് പോകുമ്പോൾ ഇവിടെ ഞാൻ ഒരു സർക്കിൾ ഇങ്ങനെ ഇവിടെ വരച്ചു. എക്സ് വൈ പ്ലെയിൻ 3 ഡയമെൻഷൻ നിങ്ങൾ ചിന്തിക്കണം. എക്സ് വൈ പ്ലെയിൻ ഞാൻ ഒരു സർക്കിൾ വരച്ചു. ഈ സർക്കിളിന്റെ ഇക്വേഷൻ റേഡിയസ് r ആണെങ്കിൽ ഈ സർക്കിളിന്റെ ഇക്വേഷൻ നമുക്ക് എങ്ങനെ എഴുതാം? ആർ ഓഫ് ടി ഈക്വൽ ടു സ്പേസ് ആണ്. സ്പേസ് ആണ് ഇത്. സ്പേസിലാണെങ്കിൽ ഐ ജെ കെ കമ്പോണൻസ് ഉണ്ടായിരിക്കും. അപ്പൊ ആർ ഓഫ് ടി ഈക്വൽ ടു എങ്ങനെ എഴുതാം? ദാറ്റ് ഈസ് ഇവിടെ ഞാൻ റേഡിയസ് എ എന്ന് എഴുതാൻ പോവാം. കാരണം ഇവിടെ ആർ ഉണ്ടാവുകൊണ്ട് ആ കൺഫ്യൂഷൻ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് എ എന്ന് റേഡിയസ് എഴുതാൻ പോവാം. ദാറ്റ് ഈക്വൽ ടു എങ്ങനെ എഴുതാം? എ കോസ് ടി ഐ പ്ലസ് എ സൈൻ ടി ജെ. ഒന്നും കൂടി എഴുതണം. ദാറ്റ് ഈസ് എക്സ് വൈ പ്ലെയിനിൽ കിടക്കുന്ന ഒരു സർക്കിൾ ആയതുകൊണ്ട് അവിടെ ഈ പോയിന്റ് ഏതെടുത്തു കഴിഞ്ഞാലും അവിടെ സെഡ് എന്തായിരിക്കും? എക്സ് വൈ പ്ലെയിനിലാണ് കിടക്കുന്നത്. താഴത്തെ പ്ലെയിനിൽ തറയിലാണ് കിടക്കുന്നത്. അവിടെ സെഡ് എപ്പോഴും 0 ആണ്. therefore ഈ സർക്കിളിലെ ഏത് പോയിന്റിന്റെയും സെഡ് കോർഡിനേറ്റ് നോക്കിക്കഴിഞ്ഞാൽ എന്താണ്? ദാറ്റ് ഈസ് അത് 0 ആയിരിക്കും. ദാറ്റ് ഈസ് 0 ഒക്കെ ആണ് ഈ സ്പേസിലുള്ള ഒരു സർക്കിളിന്റെ പാരാമെട്രിക് ഇക്വേഷൻ. ക്ലിയർ ആണോ? ഇത് ക്ലിയർ ആണോ റിഫ? ഓക്കെ. നെക്സ്റ്റ് ഓക്കെ, നെക്സ്റ്റ് ഞാൻ ഇതിനെ ഇങ്ങോട്ടൊന്ന് എടുത്ത് പൊക്കി വെക്കാൻ പോവാം.
ഇതിനെ നേരെ മുകളിലോട്ട് ഒരു യൂണിറ്റ് പൊക്കത്തിലേക്ക്, ഇതിനെ നേരെ മുകളിലേക്ക് ഞാൻ അടുത്ത് പൊക്കി. അങ്ങനെയാണെങ്കിൽ പാരാമെട്രിക് ഇക്വേഷൻ എന്താ വ്യത്യാസം വരിക? ആർ ഓഫ് ടി ഈക്വൽ ടു എന്താ വ്യത്യാസം വരിക? ഞാൻ ജസ്റ്റ് പേര് വിളിക്കുന്നത് ഒന്ന് അറിയാൻ വേണ്ടിയിട്ടാ, നിങ്ങളൊന്ന് പരിചയപ്പെടാൻ വേണ്ടിയിട്ടാ. ഇതില് രണ്ട് പേര് മാത്രമേ എനിക്കറിയുള്ളൂ. ദീനനെ എനിക്കറിയാം, യൂട്യൂബിൽ ക്ലാസ് കേട്ട് കമന്റ് ഇട്ടുകൊണ്ട് ദീനനെ എനിക്കറിയാം, അതേപോലെ നിഷാനെ എനിക്കറിയാം, അതേപോലെ കുറച്ച് പേരെ എനിക്കറിയാം. ഓക്കെ, നെക്സ്റ്റ് എന്താ വ്യത്യാസം വരിക? ഇതിനെ നേരെ മുകളിലേക്ക് ഷിഫ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൽ എന്ത് വ്യത്യാസം വരും? ഇത് നേരെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഷിഫ്റ്റ് ചെയ്യണില്ല, നേരെ പൊക്കി വെക്കുകയാണ്. അപ്പോ എക്സ് കോർഡിനേറ്റ്, ഇവിടുത്തെ എക്സ് കോർഡിനേറ്റ് ഇതന്നെ ആയിരിക്കും അല്ലെ? നമ്മൾ എങ്ങനെയാണ് 3 ഡയമെൻഷനിൽ ഒരു പോയിന്റിന്റെ എക്സ് കോർഡിനേറ്റും വൈ കോർഡിനേറ്റും എങ്ങനെ മനസ്സിലാക്കാം? ആ പോയിന്റിന്റെ ഇവിടെ എക്സ് വൈ സെഡ് 3 പോയിന്റ് ഉണ്ട്, അതിൽ എക്സും വൈയും എങ്ങനെ നമുക്ക് മനസ്സിലാക്കാം? ഇതിനെ നേരെ താഴേക്ക് പ്രൊജക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടുത്തെ എക്സും വൈയും എന്താണോ അത് തന്നെയാണ് ഈ എക്സും വൈയും. സെഡ് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഈ പോയിന്റ് നമ്മൾ എന്ത് ചെയ്യും? സെഡ് ആക്സിലേക്ക് പ്രൊജക്ട് ചെയ്യും, ഇവിടുത്തെ വാല്യൂ നമ്മൾ ഇവിടെ എഴുതും. അപ്പോൾ ഇതിനെ നേരെ ഞാൻ റൊട്ടേഷൻ ചെയ്യാതെ ഷിഫ്റ്റ് ചെയ്യാതെ നേരെ പൊക്കി വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ എക്സിന്റെയും വൈയുടെയും കോർഡിനേറ്റ് എന്താണോ അതന്നെയാണ് ഈ ഒരു പോയിന്റിന്റെയും എക്സും വൈ കോർഡിനേറ്റ്. അപ്പോൾ ഇവിടുത്തെ എക്സ് വൈ കോർഡിനേറ്റ് സെയിം തന്നെ ആയിരിക്കും. ദാറ്റ് ഈസ് എ കോസ് ടി ഐ പ്ലസ് എ സൈൻ ടി ജെ. പക്ഷെ സെഡ് മാറിയിട്ടുണ്ട്. ഇവിടെ സെഡ് ഈക്വൽ ടു എക്സ് വൈ പ്ലെയിൻ ആയതുകൊണ്ട് സെഡ് ഈക്വൽ ടു 0 ആയിരുന്നു. അതിനെ 1 യൂണിറ്റിലേക്ക് പൊക്കി വെക്കുക പറഞ്ഞ എന്താ? സെഡ് ഈക്വൽ ടു 1 ആയി. ദാറ്റ് ഈസ് ഇവിടെ എന്തായി? 0 കെ എന്നുള്ള അവിടെ കെ എന്നായി. ഇതാണ് എന്ത്? ഈ സർക്കിളിന്റെ സ്പേസിലുള്ള ഈ സർക്കിളിന്റെ വെക്റ്റർ വാല്യൂഡ് ഫംഗ്ഷൻ. ക്ലിയർ ആണോ സഹല? ഓക്കെ, അപ്പോ ഈ സർക്കിളിന്റെ പാരാമെട്രിക് ഇക്വേഷൻ പറഞ്ഞു കഴിഞ്ഞാലോ, ദാറ്റ് ഈസ് എക്സ് ഈക്വൽ ടു എ കോസ് ടി, y ഈക്വൽ ടു എ സൈൻ ടി. ഞാൻ എല്ലാം പറയാൻ എന്തറിയോ, ഇതൊന്നും നമുക്ക് പ്രോബ്ലം ചെയ്യുമ്പോൾ ഇതിൻ്റെയൊക്കെ ആവശ്യം. പാരാമെട്രിക് ഇക്വേഷൻ എന്താ, വെക്റ്റർ വാല്യൂഡ് ഫംഗ്ഷൻ എന്താ, ടി എങ്ങനെ വാരി ചെയ്യുന്നു, ഷിഫ്റ്റ് എങ്ങനെ വാരി ചെയ്യുന്നു, ഓരോന്ന് മാറ്റി വരുമ്പോൾ എവിടെ എന്തെല്ലാം മാറ്റി വരുന്നു, ഇതെല്ലാം ജനറലായി പറയാൻ കാരണം പ്രോബ്ലം ചെയ്യുമ്പോൾ ഇനി നിങ്ങൾക്ക് മനസ്സിലാവും എത്രത്തോളം സിമ്പിൾ ആയിരുന്നു എന്നുള്ളത്. That is x equal to a cos t, y equal to a sin t, z is equal to എന്താണ്? k എന്ന് എഴുതരുത്, ഇതിന്റെ കോഎഫിഷ്യന്റ് ആണ് നമ്മൾ എഴുതുന്നത്. That is z is equal to 1. ഓക്കെ, ക്ലിയർ ആണോ? ക്ലിയർ ആണോ? ഇനി ഞാൻ ഇവിടെ വേറൊരു വെക്റ്റർ വാല്യൂഡ് ഫംഗ്ഷൻ എഴുതാൻ പോവാണ്. അത് എന്താന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കി പറയണം. r of t equal to a cos ti plus a sin tj plus 2k. എന്താ ഇതിന്റെ ഇമേജ് വരക്കാൻ പറഞ്ഞാൽ എങ്ങനെ വരക്കും? ഇത് നോക്കിക്കഴിഞ്ഞാൽ സർക്കിൾ ആണ്, എക്സ് വൈ പ്ലെയിൻ നോക്കിക്കഴിഞ്ഞാൽ സർക്കിൾ ആണ്, എ റേഡിയസ് ഉള്ള സർക്കിളാണ്. അപ്പോൾ എ റേഡിയസ് ഉള്ള സർക്കിളിനെ എങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്തു? 2 യൂണിറ്റ് മുകളിലേക്ക് പൊക്കി വെച്ചു. ദാറ്റ് ഈസ് ഇങ്ങോട്ട് നമ്മൾ ഷിഫ്റ്റ് ചെയ്തു. ഇതാണ് എന്ത്? വെക്റ്റർ വാല്യൂഡ് ഫംഗ്ഷൻ. ഈ സർക്കിളിന്റെ ദാറ്റ് ഈസ് 2 യൂണിറ്റ് ഡിസ്റ്റൻസിലേക്ക് നമ്മൾ എന്ത് ചെയ്തു? അതിനെ ഷിഫ്റ്റ് ചെയ്തു. താഴെയുള്ള സർക്കിളിനെ ദാറ്റ് ഈസ് എ റേഡിയസ് ഉള്ള സർക്കിളിനെ നമ്മൾ എന്ത് ചെയ്തു? മുകളിലോട്ട് ഷിഫ്റ്റ് ചെയ്തു. ഓക്കെ, ദാറ്റ് ഈസ് ക്വസ്റ്റ്യൻ അതല്ല. ആർ ഓഫ് ടി ഈക്വൽ ടു എ സൈൻ ടി ഐ പ്ലസ് എ കോസ് ടി ജെ മൈനസ് കെ. ഇതിന്റെ മീനിങ് എന്താ? എക്സ് വൈ പ്ലെയിനുള്ള എ റേഡിയസ് ഉള്ള സർക്കിളിനെ എങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്തു? എങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്തു? താഴേക്ക് ഷിഫ്റ്റ് ചെയ്തു, നേരെ താഴേട്ട് ഷിഫ്റ്റ് ചെയ്തു. ഓക്കെ, പക്ഷെ ക്വസ്റ്റ്യൻ അതല്ല. ക്വസ്റ്റ്യൻ ഇതാണ്, ആർ ഓഫ് ടി ഈക്വൽ ടു എ സൈൻ ടി ഐ പ്ലസ് എ കോസ് ടി ജെ പ്ലസ് ടി കെ. ഇത് എന്താണ് എന്നാണ്? എ സൈൻ ടി ഐ പ്ലസ് എ കോസ് ടി ജെ പ്ലസ് ടി കെ. ഇത് എന്താ? ജസ്റ്റ് ഒരു 30 സെക്കൻഡ് ഒന്ന് ചിന്തിക്കാൻ പറയാൻ കാരണം ഒന്നുകൂടി പെട്ടെന്ന് മനസ്സിലാൻ വേണ്ടിയിട്ടാ. ആർക്കേൽക്കും പറയാൻ പറ്റുമോ? ആർക്കേൽക്കും? റമീസ്
ഞാൻ വീണ്ടും പറഞ്ഞു, ഒന്നും അറിയില്ലെങ്കിലും നിങ്ങൾക്ക് ഇവിടെ കയറി പറയാം. കാരണം പേയ്മെന്റ് ട്യൂഷനാണ്. എന്തെങ്കിലും പറയുന്നത് നിങ്ങൾക്ക് കംപ്ലീറ്റ് 100% മനസ്സിലാവണം എന്നുള്ള രീതിയിലാണ് എടുക്കുന്നത്. അല്ലെ ക്ലാസ് എടുത്ത് ഒരിക്കലും തീർക്കില്ല. എന്തെങ്കിലും അറിയില്ലെങ്കിൽ, ഫോളോ ചെയ്യാൻ പറ്റില്ലെങ്കിൽ ഈ വീഡിയോ ഒന്നുകൂടി കാണുക. നിങ്ങൾക്ക് ഈ ക്ലാസ് കഴിഞ്ഞ് 5 മിനിറ്റ് കഴിഞ്ഞാൽ 10 മിനിറ്റ് കഴിഞ്ഞാൽ ഈ കംപ്ലീറ്റ് വീഡിയോ കിട്ടും. അത് വീഡിയോ കംപ്ലീറ്റ് കാണുക. ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കാം, എപ്പോൾ വേണമെങ്കിലും ചോദിക്കാം. എപ്പോൾ വേണമെങ്കിലും, ലാസ്റ്റ് ടൈമിലല്ല, എപ്പോൾ വേണമെങ്കിലും ചോദിക്കാം. കാരണം ഇത് മനസ്സിലാക്കി പോയി കഴിഞ്ഞാലേ സ്പീഡിൽ എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ മനസ്സിലാക്കി പോയി കഴിഞ്ഞാൽ അടുത്ത ക്ലാസ് എടുക്കുമ്പോൾ നിങ്ങൾ സ്പീഡിൽ പഠിക്കാനും പറ്റും, സ്പീഡിൽ തീർക്കാനും പറ്റും. കാരണം മനസ്സിലാവാതെ ഞാൻ കംപ്ലീറ്റ് പെട്ടെന്ന് എടുത്ത് തീരില്ല. കംപ്ലീറ്റ് എല്ലാവർക്കും മനസ്സിലായി എന്ന് ഉറപ്പ് വരുത്തിയിട്ടേ ക്ലാസ് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. ഓക്കെ, റമീസ് ഫോളോ ചെയ്യാൻ പറ്റുന്നില്ലേ? റമീസ്, കോളേജിലെ ക്ലാസ് പോലെ നിങ്ങൾ ഇതിനെ കാണരുത്. റിഫ ഫോളോ ചെയ്യാൻ പറ്റുന്നില്ലേ? യെസ് സർ. ഓക്കെ, എന്താണ് ഇതിന്റെ ആൻസർ പറയാൻ പറ്റുമോ? ഇത് എന്താണെന്നുള്ളത്? കെ യൂണിറ്റ് സെഡ് ആക്സിസിൽ കെ യൂണിറ്റ്. കെ പറഞ്ഞാല് IJK കമ്പോണന്റാ. ടി എന്താണ്? ടി വാരിയബിൾ ആണ്. പറഞ്ഞ ശരിയാണ്, ടി വാരിയബിൾ ആണ്. അപ്പൊ എന്തായിരിക്കും? ടി വാരിയബിൾ ആണ്. നോക്കാം. XY പ്ലെയിനിൽ നോക്കി കഴിഞ്ഞത് എന്താ? അത് മാത്രം പറയാം. XY പ്ലെയിനിൽ എന്താ? XY പ്ലെയിനിൽ റിഫ പറ. എ സൈൻ A sin t cos t. ഇതെന്താണ്? A sin t cos t. ഇതെന്താണ്? സർക്കിൾ ആണ് അല്ലേ? അപ്പൊ XY പ്ലെയിനിൽ സർക്കിൾ ആണ്. XY പ്ലെയിനിൽ സർക്കിൾ ആണ്. അവിടെ ടി വാരി ചെയ്യാ പറഞ്ഞ എന്താണ്? ഈ സർക്കിളിലെ ഓരോ പോയിന്റിലൂടെയും ഇങ്ങനെ പാസ് ചെയ്യുക. അതാണ് ടി വാരി ചെയ്യുക. T0 മുതൽ 2π വരെ വാരി ചെയ്യാൻ എന്താ? ഈ സർക്കിളിന്റെ ഇതിലെ ഓരോ പോയിന്റ് നമുക്ക് കിട്ടും. T0 മുതൽ 2π വരെ നമ്മൾ വാല്യൂസ് കൊടുക്കുമ്പോൾ ഈ സർക്കിളിലെ ഓരോ പോയിന്റ് കിട്ടും. അത് മനസ്സിലായല്ലോ? ഇനി Z, നമ്മളിവിടെ ടി വാരി ചെയ്യുമ്പോൾ സെഡും വാരി ചെയ്യുന്നുണ്ട്. അഥവാ Z പറഞ്ഞു കഴിഞ്ഞാൽ മുകളിലേക്കുള്ള ഡിസ്റ്റൻസാ. അപ്പോൾ ടി വാരി ചെയ്യും. 0 മുതൽ 2π വരെ വാരി ചെയ്യുമ്പോൾ ഇവിടെ കുറച്ച് പൊങ്ങി ഉണ്ടായിരിക്കും. ഇവിടെ സ്റ്റാർട്ടിങ് ഇതാണെങ്കിൽ ഇവിടെ തിരിച്ച് ഇവിടെ എത്തുമ്പോൾ ശരിക്കും ഈ പോയിന്റിൽ എത്തൂല. ഇതിന്റെ കുറച്ച് മുകളിലാണ് എത്തുക. കാരണം ടി അത്രയും പൊക്കത്തിലുള്ള 2π മുകളിൽ എത്തിയിട്ടുണ്ടായിരിക്കും. ദാറ്റ് ഈസ് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യും. കാരണം സർക്കിൾ ആണ്. പക്ഷെ ഇതിങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് ഇവിടെ എത്തുമ്പോൾ ഇതിന്റെ കുറെ മുകളിലായിരിക്കും. ഇതിലെ ഓരോ പോയിന്റും ഇങ്ങനെ കയറി മുകളിലോട്ട് പോകും. വീണ്ടും T0 മുതൽ ഇൻഫിനിറ്റി വരെ പോകുമ്പോഴോ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യും. പക്ഷെ ഓരോ റൊട്ടേഷൻ ചെയ്യുമ്പോഴും ഓരോ യൂണിറ്റ് ടൈമിലും അതിങ്ങനെ പൊങ്ങി ഇങ്ങനെ പോകും. അപ്പൊ ടി എന്ത് ചെയ്യും? വാരി ചെയ്യുന്നതോറും Z ആണ് ടി അല്ലെ? ഇവിടെ Z ആണ് ടി. അപ്പൊ ടി ഇൻക്രീസ് ചെയ്യാൻ പറഞ്ഞാൽ Z ആക്സിൽ ഇങ്ങനെ ഇൻക്രീസ് ചെയ്ത് പോകും. അപ്പൊ ഇത് എന്തിന്റെ പാരാമീറ്റർ ഇക്വേഷൻ ആണ്? ഇത് ഹെലിക്സിന്റെ പാരാമീറ്റർ ഇക്വേഷൻ ആണ്. മനസ്സിലായോ? എങ്ങനെ കിട്ടിയ മനസ്സിലായോ? മനസ്സിലായത്? ഒന്നുകൂടെ പറയാ സാറേ. ഒന്നും കൂടി പറയാം. ഇവിടെ നമുക്ക് തന്നിട്ടുള്ള R of t equal to A sin ti plus A cos tj plus tk ആണ്. ഇവിടെ ടി വാരി ചെയ്യാണ്. ഞാൻ T0 മുതൽ 2π വരെ വാരി ചെയ്യാം. അപ്പോൾ ശരിക്കും XY പ്ലെയിനിൽ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ മുകളിൽ നിന്ന് താഴോട്ട് നോക്കിക്കഴിഞ്ഞാൽ സർക്കിൾ ആയിട്ടാണ് തോന്നുക. കാരണം XY പ്ലെയിനിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇത് സർക്കിൾ പോലെ തോന്നും. പക്ഷേ നമ്മൾ ടി വാരി ചെയ്യുമ്പോൾ ഈ സർക്കിൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ 3 ഡയമെൻഷനിൽ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ ഇത്തിരി പൊങ്ങി ഫുൾ റൊട്ടേഷൻ ആകുമ്പോൾ ഇങ്ങനെ പൊങ്ങി ഇത്ര. ഇതിന്റെ മുകളിൽ നിന്ന് നോക്കി കഴിഞ്ഞാൽ സർക്കിളാണ്. മുകളിൽ നിന്ന് നോക്കി കഴിഞ്ഞാൽ XY പ്ലെയിനിലേക്ക് പ്രൊജക്ട് ചെയ്യുക എന്നാണ് ഇതിന്റെ മീനിങ്. XY പ്ലെയിനിലെ സർക്കിൾ എന്ന് പറഞ്ഞാൽ എന്താ? XY പ്ലെയിനിലേക്ക് പ്രൊജക്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് സർക്കിളാണ്. അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഇങ്ങനെ പോയിട്ട് ഇങ്ങനെ മുകളിൽ ഇങ്ങനെ വന്നിട്ടുണ്ടായിരിക്കും. വീണ്ടും റൊട്ടേറ്റ് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാലോ വീണ്ടും ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് ഇങ്ങനെ പോകും. അപ്പൊ ശരിക്കും പറഞ്ഞാൽ എന്താ? ഓരോ റൊട്ടേഷൻ XY പ്ലെയിനിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇതൊക്കെ ഇതിന്റെ നേരെ താഴെയാണ് ഇത് വരിക. അപ്പൊ XY പ്ലെയിനിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഈ സർക്കിൾ പോലെ തോന്നും. പക്ഷെ Z ഇവിടെ വാരി ചെയ്യുന്നുണ്ട്. ഓരോ റൊട്ടേഷനിലും എന്ത് ചെയ്യും? ഇതിങ്ങനെ പൊങ്ങി എന്ത് ചെയ്യും? ഹെലിക്സ് ഫോമില് വന്നിട്ടുണ്ടായിരിക്കും. ക്ലിയർ ആണോ? അപ്പോൾ നിങ്ങൾക്ക് ഒന്നും മനസ്സിലായിട്ടില്ലെങ്കിൽ നിങ്ങൾ പഠിച്ചിരിക്കേണ്ടത് ഹെലിക്സിന്റെ പാരാമീറ്റർ ഇക്വേഷൻ. ഹെലിക്സിന്റെ പാരാമീറ്റർ ഇക്വേഷൻ A cos ti plus A sin tj plus tk.
ഓക്കെ, ഡൗട്ട് ഇല്ലല്ലോ? ഇല്ല സർ. ഇനി ഞാൻ ഇവിടെ ടി സ്ക്വയർ കൊടുത്തു, അപ്പൊ എന്താ വ്യത്യാസം വരിക? ടി സ്ക്വയർ കൊടുത്തു, അപ്പൊ എന്താ വ്യത്യാസം വരിക? ടി സ്ക്വയർ കൊടുത്തു കഴിഞ്ഞാൽ എന്താ വ്യത്യാസം വരും? വീണ്ടും ഞാൻ റിപ്പീറ്റ് ചെയ്യാണ്, താഴെ സർക്കിൾ ആണ്, പക്ഷേ ടീനേക്കാൾ സ്പീഡിലാണ് ടി സ്ക്വയർ പോവുക. വീണ്ടും ഇത് ഹെലിക്സ് ആണ് വരിക. ഒന്നും കൂടി എന്ത് ചെയ്യും? സ്പീഡിൽ മുകളിലോട്ട് പോകും. ഒന്നും കൂടി സ്പീഡിൽ മുകളിലോട്ട് പോകും. ക്ലിയർ ആണോ? ഓക്കെ, ഞാൻ വളരെ സ്ലോ ആയിട്ടാണ് വിചാരിച്ചതിൽ, വളരെ സ്ലോ ആയിട്ടാണ് എന്നെടുത്തിട്ടുള്ളത്. അപ്പൊ ഈ ബേസിക് കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ നെക്സ്റ്റ് എന്ത് ചെയ്യാം, ക്വസ്റ്റ്യനിലേക്ക് പോവാം. ടെക്സ്റ്റ് ബുക്കിലെ കുറച്ച് ക്വസ്റ്റ്യൻസിലേക്ക് പോവാം. അപ്പോൾ ഞാൻ വീണ്ടും ഒന്ന് റിപ്പീറ്റ് ചെയ്യാണ്. നമ്മൾ പഠിച്ചുള്ള കാര്യങ്ങൾ, ഒരു പ്ലെയിൻ എടുത്തു കഴിഞ്ഞാൽ, ഒരു ഫംഗ്ഷൻ എടുത്തു കഴിഞ്ഞാൽ ആ ഫംഗ്ഷന്റെ പാരാമീറ്റർ ഇക്വേഷൻ, ഒരു പ്ലെയിനിലെ ഏതെങ്കിലും 2 പോയിന്റ് കിട്ടി, ഒരു ഓറിയന്റേഷൻ കിട്ടി, അതിന്റെ പാരാമീട്രിക് ഇക്വേഷൻ. മൂന്നാമത്തേത് ഒരു സ്പേസിലെ ഒരു ലൈനിന്റെ പാരാമീട്രിക് ഇക്വേഷൻ. നാലാമത്തേത് സർക്കിളിന്റെ പാരാമീട്രിക് ഇക്വേഷൻ. അഞ്ചാമത്തേത് എലിപ്സിന്റെ പാരാമീട്രിക് ഇക്വേഷൻ. ആറാമത്തെ എലിപ്സിന്റെ പാരാമീട്രിക് ഇക്വേഷൻ. ഇത്രയും അറിഞ്ഞിരിക്കണം. ഓക്കെ, ഇനി ക്വസ്റ്റ്യൻ, ഡിസ്ക്രൈബ് ദ കർവ് റെപ്രസെന്റഡ് ബൈ വെക്റ്റർ ഇക്വേഷൻ. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ഡിസ്ക്രൈബ് ദ കർവ് റെപ്രസെന്റഡ് ബൈ ദി വെക്റ്റർ ഇക്വേഷൻ r of t equal to 1 minus ti plus 3tj plus 2tk. ഇത് എന്തിന്റെ ഇക്വേഷൻ ആണ്? ഡിസ്ക്രൈബ് ചെയ്യാനാണ്. എന്തിന്റെ ഇക്വേഷൻ? ഈ ഒരു വെക്റ്റർ വാല്യൂ ഫംഗ്ഷൻ തന്നിട്ടുണ്ട്, വെക്റ്റർ ഇക്വേഷൻ തന്നിട്ടുണ്ട്. ഇത് എന്തിന്റെ വെക്റ്റർ ഇക്വേഷൻ ആണ്? നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഇവിടെ x എന്താണ്? x ഈക്വൽ ടു 1 മൈനസ് ടി ആണ്. y ഈക്വൽ ടു എന്താണ്? 3t ആണ്. z is equal to എന്താണ്? 2t ആണ്, അല്ലേ? എപ്പോഴും എക്സും വൈയും സെഡും അതിലൊക്കെ ടിയുടെ പവർ ഒന്നിനേക്കാൾ മുകളിൽ പോയിട്ടില്ലെങ്കിൽ, ഇവിടെ ടിയുടെ പവർ എന്താ? ടിയുടെ പവർ 1 ആണ്. ഇവിടെ ടിയുടെ പവർ 1 ആണ്. ഇവിടെ ടിയുടെ പവർ 1 ആണ്. അപ്പൊ എക്സിലും വൈയിലും സെഡിലും ടിയുടെ പവർ ഒന്നിനേക്കാൾ മുകളിൽ പോയിട്ടില്ലെങ്കിൽ തന്നിട്ടുള്ള ഇക്വേഷൻ ലൈൻ ആണ്. അപ്പൊ ഇതൊരു ലൈനിന്റെ വെക്റ്റർ ഇക്വേഷൻ. നമ്മൾ തൊട്ടുമുന്നേ പറഞ്ഞു ലൈനിന്റെ വെക്റ്റർ ഇക്വേഷൻ എങ്ങനെ കണ്ടുപിടിക്കാം. ഇനി ഏത് ലൈനാണ് എന്നും കൂടി പറയണം. ദാറ്റ് ഈസ്, നമുക്ക് ഇതിനെ ഈ രീതിയിൽ എഴുതാം. ഈ ഒന്ന് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ എന്തായി? 1i മൈനസ് ടി ഐ പ്ലസ് 3tj പ്ലസ് 2tk. ഇതിനെ നമുക്ക് എന്ത് ചെയ്യാം? 1i ബാക്കി പ്ലസ് നെക്സ്റ്റ് ടി ഇൻറ്റു മൈനസ് 1i പ്ലസ് 3j പ്ലസ് 2k എന്ന് എഴുതാം. ഓക്കെ, ദാറ്റ് ഈസ് ഇതേതാ നമ്മൾ തൊട്ട് മുന്നേ പഠിച്ചു. ലൈനിന്റെ ഇക്വേഷൻ 2 രീതിയിൽ എഴുതാം. ഒന്ന് നമ്മൾക്ക് എന്ത് ചെയ്യാം? r of t ഈക്വൽ ടു a പ്ലസ് tb എന്ന് പഠിച്ചിട്ടുണ്ട്. ഇത് എപ്പോഴാണ് പഠിച്ചത്? ഒരു സ്പേസിൽ നമുക്കൊരു പോയിന്റ് തന്നു, അതുപോലെ തന്നെ ഒരു വെക്ടറും തന്നു. അങ്ങനെയാണെങ്കിൽ ആ പോയിന്റിലൂടെ ആ വെക്ടറിന് പാരലൽ ആയിട്ടുള്ള ഒരു ലൈനിന്റെ വെക്ടർ ഇക്വേഷൻ ആണ് ഇതെന്ന് പഠിച്ചു. ഇതേ ഫോമിലാണ് ഞാൻ ഇവിടെ എഴുതിയിട്ടുള്ളത്. എ എന്ന വെക്ടർ ഇത്, ടി ഇൻറ്റു ബി എന്ന വെക്ടർ ഇത്. ദാറ്റ് ഈസ് ഏത് പോയിന്റിലൂടെ പാസ് ചെയ്യുന്നത്? ഇവിടെ നമ്മൾ സാധാരണ എങ്ങനെ എഴുതാം? ai പ്ലസ് a1i പ്ലസ് a2j പ്ലസ് a3k എന്ന് എഴുതാം, അല്ലെ? പ്ലസ് അടുത്തത് ടി ഇൻറ്റു b1i പ്ലസ് b2j പ്ലസ് b3k ഇങ്ങനെ എഴുതാം. ഇത് ഏതാണ് പോയിന്റ്? ഇതൊരു വെക്ടർ ആണെങ്കിലും ഇത് ഈ പോയിന്റ് ആയിരുന്നു, അല്ലെ? ദാറ്റ് ഈസ് a1 a2 a3. ഞാൻ തൊട്ട് മുന്നേ പറഞ്ഞു. അതിനെ ജോമെട്രി പറയാൻ കാരണം നമുക്ക് അറിഞ്ഞിരിക്കണം എന്താണ് അവിടെ പറഞ്ഞിട്ടുള്ളത്. ദാറ്റ് ഈസ് ഇവിടെ ഏതാണ് പോയിന്റ്? ഇവിടെ 1i എന്ന് പറഞ്ഞത് കൊണ്ട് ഇവിടെ ആ പോയിന്റ് ഏതാണ്? 100 ആണ്. കാരണം ജെയും കെയും ഇല്ല. അതുകൊണ്ട് 100 എന്ന പോയിന്റിലൂടെ പാസ് ചെയ്യുന്ന ഒരു ലൈനിന്റെ ഇക്വേഷൻ ആണ്. ആ ലൈൻ ഏത് വെക്ടറിനോട് പാരലൽ ആണ്? ദാറ്റ് ഈസ് ബി എന്ന വെക്ടർ ആണ്. ഇവിടെ ടി ഇൻറ്റു ബി എന്ന് എഴുതാം. ദാറ്റ് ഈസ് ഈ ഒരു ഇക്വേഷൻ എന്ന് പറയുന്നത് 100ലൂടെ പാസ് ചെയ്യുന്ന ഒരു ലൈന് വിത്ത് പാരലൽ ടു ദി വെക്ടർ -i പ്ലസ് 3j പ്ലസ് 2k. ദാറ്റ് ഈസ് ഡിസ്ക്രൈബ് ദി വെക്ടർ ഇക്വേഷൻ പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ഇത് എഴുതണം. ഇത് ഫസ്റ്റ് നമ്മൾ മനസ്സിലാക്കിയ ഇതൊരു ലൈൻ ആണ്. ഇനി അത് ഏത് ലൈനാണ്? 100 എന്ന പോയിന്റിലൂടെ പാസ് ചെയ്യുന്നതും -1 പ്ലസ് 3j പ്ലസ് 2k എന്ന വെക്ടറിനോട് പാരലൽ ആയിട്ടുള്ള ഒരു ലൈൻ ആണ്. ക്ലിയർ ആണോ?
റിപ്പീറ്റ് ചെയ്യണമെങ്കിൽ വീണ്ടും റിപ്പീറ്റ് ചെയ്യാം. ഫസ്റ്റ് ക്ലാസ് ആണ്, സ്പീഡ് പോയിട്ട് കാര്യമില്ല. എന്തായാലും 3 or 4 ക്ലാസ് മതിയായിരിക്കും ഇതിന്. നോക്കാം. ക്ലിയർ ആണോ? നിഷാന സാർ ഒന്നുകൂടെ പറയോ? ഒന്നും കൂടി പറയാം. ക്വസ്റ്റ്യൻ ഇതാണ്. ഡിസ്ക്രൈബ് ദ കർവ് റെപ്രസെന്റഡ് ബൈ ദി വെക്റ്റർ ഇക്വേഷൻ r of t equal to 1 minus ti plus 3tj plus 2tk. ഇത് എന്താണ്? ഈ കർവ് എന്തിനെ റെപ്രസെന്റ് ചെയ്യുന്നു എന്നതാണ് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ എനിക്കുള്ള ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആയത്. അപ്പൊ ഇവിടെ നമുക്ക് x ഈക്വൽ ടു എന്താണ്? x ഈക്വൽ ടു 1 minus t, y ഈക്വൽ ടു 3t, z is equal to 2t. ഇവിടെ നോക്കി കഴിഞ്ഞാൽ ഇവിടെ ടിയുടെ പവർ 1 ആണ്, ഇവിടെ ടിയുടെ പവർ 1 ആണ്, ടിയുടെ പവർ 1 ആണ്. അപ്പൊ ഇതെല്ലാം എന്താണ്? ലീനിയർ ആണ്. അഥവാ ടിയുടെ പവർ 1 ആണെങ്കിൽ, എല്ലാറ്റിന്റെയും ടിയുടെ പവർ 1 ആണെങ്കിൽ തന്നിട്ടുള്ള ഇത് ലൈനിന്റെ ഇക്വേഷൻ ആണ്. അപ്പോൾ നമ്മൾ ഡിസ്ക്രൈബ് ചെയ്യാൻ പറഞ്ഞ ഫസ്റ്റ് എന്താണ് ഇത് മനസ്സിലാക്കി വെക്കണം. ഏത് കർവാണ്? ദാറ്റ് ഈസ് ഇറ്റ് ഈസ് എ ലൈൻ. ഇനി രണ്ടാമത്തെ ഏത് ലൈനാണ്? അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ലൈനിന്റെ ഇക്വേഷൻ നമുക്കറിയാം. r of t ഈക്വൽ ടു, ഇതാണ് ജനറൽ ഇക്വേഷൻ, a പ്ലസ് ടി ബി. എ എന്നുള്ളത് ഒരു വെക്റ്റർ, ബി എന്നുള്ളത് വേറെ വെക്റ്റർ. ദാറ്റ് ഈസ് നമുക്ക് ഇതിനെ ഈ ഒരു ഫോമിലേക്ക് മാറ്റി എഴുതാം. കാരണം ടിയുടെ ടേം ഉണ്ട്, അതുപോലെ തന്നെ എയുടെ ടേം ഉണ്ട്. ഇതിനെ നമുക്ക് എന്ത് ചെയ്യാം? ഒന്ന് മാറ്റി എഴുതി കഴിഞ്ഞാൽ, ദാറ്റ് ഈസ് r of t നമ്മൾ മാറ്റി എഴുതി കഴിഞ്ഞാൽ ഈ ഒരു ഫോമിലേക്ക് മാറ്റി എഴുതാം. ഈ ഒരു ഫോം പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? സ്പേസിലെ ഒരു ലൈനിന്റെ ഇക്വേഷൻ ആണ് അല്ലെ? ആ ലൈനിന്റെ ഇക്വേഷൻ ഈ ഒരു പോയിന്റ് a1 a2 a3 ഈ പോയിന്റിലൂടെ പാസ് ചെയ്യുന്നത്. ദാറ്റ് ഈസ് ഇതാണ് വെക്റ്റർ. a എന്ന വെക്റ്റർ ഇതാണ്. ദാറ്റ് ഈസ് a എന്ന വെക്റ്റർ ഇതാണ്. നെക്സ്റ്റ് b എന്ന വെക്റ്റർ, ഈ ലൈൻ ആണെങ്കിൽ b എന്ന വെക്റ്റർ ഇതിനോട് പാരലൽ ആണ്. ദാറ്റ് ഈസ് നമുക്ക് ഒരു പോയിന്റും കിട്ടി, ഒരു വെക്റ്ററും കിട്ടി. അങ്ങനെയാണെങ്കിൽ അതിന്റെ വെക്റ്റർ ഇക്വേഷൻ ആണ് ഇത്. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഇതിനെ ഇതും തമ്മിൽ എന്ത് ചെയ്യാം? ഒന്ന് കമ്പയർ ചെയ്യാം. അപ്പൊ ഈ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ എന്തായി? 1i minus ti plus 3tj plus 2tk. ദാറ്റ് ഈസ് ഇതിനെ നമുക്ക് എന്ത് ചെയ്യാം? ടിയുടെ ടേം ഇവിടെ കോമൺ ആയിട്ട് ഇവിടെ പുറത്തേക്ക് എടുക്കാം. ദാറ്റ് ഈസ് ഇവിടെ 1i, നെക്സ്റ്റ് പ്ലസ് ടി പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ ഇവിടെ എന്ത് വരുന്നു? -1i plus 3j plus 2k എന്ന് എഴുതാം. അപ്പൊ ഇത് ഏത് ഫോമിലായി? a plus t into b എന്ന ഫോമിലായി. a എന്താണ്? ദാറ്റ് ഈസ് i, where a equal to i. എന്താണ് b equal to -1 plus 3j plus 2k. അപ്പൊ ആൾറെഡി നമ്മൾ പറഞ്ഞു ഇതൊരു ലൈനിന്റെ ഇക്വേഷൻ ആണ്. ഏത് ലൈനാണ്? ദാറ്റ് ഈസ് ഇവിടെ ഈ a എന്ന വെക്റ്റർ നമ്മൾ എങ്ങനെ എഴുതി? a1i plus a2j plus a3k. ഇവിടെ a1 a2 a3 എന്താണ്? ആ ലൈന് പാസ് ചെയ്യുന്ന പോയിന്റ് ആണ്. therefore ഈ ലൈനിനെ നമുക്ക് എങ്ങനെ എഴുതാം? ഈ വെക്റ്റർ നമുക്ക് 0, ദാറ്റ് ഈസ് ഇവിടെ i plus 0j plus 0k എന്ന് എഴുതാം. അപ്പൊ ഏതാണ് ആ പോയിന്റ്? ആ പോയിന്റ് 100 എന്നുള്ള പോയിന്റിലൂടെ പാസ് ചെയ്യുന്നതും b എന്ന വെക്റ്ററിനോട് പാരലൽ. ആ b എന്ന വെക്റ്റർ ഏതാണ്? t ഇൻറ്റു ഇതാണ് b. ദാറ്റ് ഈസ് b എന്ന വെക്റ്റർ ഇത്. ദാറ്റ് ഈസ് ഈ ഒരു ലൈൻ എന്താ ചോദിച്ചു കഴിഞ്ഞാൽ 100 എന്ന പോയിന്റിലൂടെ പാസ് ചെയ്യുന്നതും -1 3j -1i plus 3j -1i plus 3j plus 2k എന്ന വെക്റ്ററിനോട് പാരലൽ ആയിട്ടുള്ള ഒരു ലൈനിന്റെ വെക്റ്റർ ഇക്വേഷൻ ആണ് ഇത്. ക്ലിയർ ആണോ? ഓക്കെ സർ. ഓക്കെ, നെക്സ്റ്റ് അടുത്ത ക്വസ്റ്റ്യൻ. രണ്ട് ക്വസ്റ്റ്യൻ കൂടി എടുത്തിട്ട് നമുക്ക് നിർത്താം. സ്കെച്ച് ദി ഗ്രാഫ് ആൻഡ് റേഡിയസ് വെക്റ്റർ. സ്കെച്ച് ദി ഗ്രാഫ് ആൻഡ് റേഡിയസ് വെക്റ്റർ. ഒന്നാമത്തെ ഇക്വേഷൻ r of t equal to cos ti plus sin tj 0 less than or equal to t less than or equal to 2pi. രണ്ടാമത്തെ ഇക്വേഷൻ r of t equal to cos ti plus sin tj plus 2k 0 less than or equal to t less than or equal to 2pi. സിമ്പിൾ ക്വസ്റ്റ്യൻ. r of t equal to ഇവിടെ a യുടെ സ്ഥാനത്ത് എന്താണ്? 1 ആണ്. a cos ti plus a sin tj നമുക്കറിയാം. സർക്കിൾ വിത്ത് റേഡിയസ് a. ഇവിടെ 1 ആണെങ്കിലോ? ദാറ്റ് ഈസ് സർക്കിൾ വിത്ത് റേഡിയസ് 1 അല്ലേ? ദാറ്റ് ഈസ് t വാല്യൂസിന് 0 മുതൽ 2pi വരെയാണ്. ദാറ്റ് ഈസ് ഒരു ഫുൾ സർക്കിൾ. അപ്പൊ ഇതാണ് സ്കെച്ച് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് സ്കെച്ച്. ഓക്കെ, അതിന്റെ കൂടെ റേഡിയസ് വെക്റ്റർ ചോദിച്ചിട്ടുണ്ട്. ദാറ്റ് ഈസ് ഇതാണ് നമ്മുടെ സർക്കിള്. ദാറ്റ് ഈസ് നമ്മുടെ ആംഗിൾ എപ്പോഴും മെഷർ ചെയ്യുന്നത് കൗണ്ടർ ക്ലോക്ക് വൈസ് ഡിറക്ഷനാണ്. ദാറ്റ് ഈസ് ഓറിയന്റേഷൻ ഇതാണ് നമ്മൾ ഇതിന്റെ ഫിഗർ. രണ്ടാമത്തെ റേഡിയസ് വെക്റ്റർ പറഞ്ഞു കഴിഞ്ഞാൽ ആ സർക്കിൾക്ക് സെന്ററിൽ നിന്ന് ഒരു വെക്റ്റർ വെക്കുക. ഇതാണ് റേഡിയസ് വെക്റ്റർ.
അപ്പോൾ ഒന്നാമത്തെ കംപ്ലീറ്റ് ആയി. ഇനി രണ്ടാമത്തേത് ഇതും നിങ്ങൾക്ക് പറയാൻ പറ്റും, കാരണം എക്സ് ഉണ്ട്, വൈ ഉണ്ട്, സെഡ് ഉണ്ട്, 3 ഡയമെൻഷനാണ്. എക്സ് വൈ പ്ലെയിനിലെ 1 യൂണിറ്റ് സർക്കിളിനെ 2 ഡിസ്റ്റൻസിലേക്ക് പൊക്കി വെക്കുക. ദാറ്റ് ഈസ് ഓറിയന്റേഷൻ. ഇതാണ്. ഇനി അപ്പോൾ ഇതാണ് ഫിഗർ, നിങ്ങൾക്ക് അറിയാം, നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇനി റേഡിയസ് വെക്റ്റർ ഏത് വെച്ച് കഴിഞ്ഞാലോ, സെന്ററിൽ നിന്ന് ഇതിലേക്ക് ഒരു വെക്റ്റർ ഡിനോട്ട് ചെയ്യാം. ഇതാണ് റേഡിയസ് വെക്റ്റർ. ക്ലിയർ ആണോ? ക്ലിയർ ആണോ? ഞാൻ ഇവിടെ നിർത്താൻ, ബേസിക് കാര്യങ്ങൾ മാത്രമേ എടുത്തിട്ടുള്ളൂ. ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കംപ്ലീറ്റ് സ്റ്റാർട്ട് ചെയ്ത് പ്രോബ്ലംസ് ചെയ്യാൻ തുടങ്ങാം. അപ്പോൾ പ്രോബ്ലംസ് ചെയ്യുമ്പോഴാണ് ഈ അതുവരെയുള്ള എല്ലാ കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ടായിരിക്കും. മാക്സിമം പ്രോബ്ലംസ് ചെയ്യും, എല്ലാ പ്രോബ്ലംസും ചെയ്യും. ഇന്ന് നിങ്ങൾ ചെയ്യേണ്ടത് കണ്ടിന്യൂ ചെയ്യണവർ, ഞാൻ ഒരിക്കലും ഫോഴ്സ് ചെയ്യുന്നില്ല, പഠിക്കണം താല്പര്യമുള്ള കണ്ടിന്യൂ ചെയ്യുക. കണ്ടിന്യൂ ചെയ്യണവർ ഗ്രൂപ്പിൽ നിങ്ങളുടെ മെയിൽ ID ഒന്നും കൂടി എൻ്റർ ചെയ്യുക. അതുപോലെ തന്നെ ഇല്ലാത്തവർ ലെഫ്റ്റ് ആവുക. ഒരു പ്രശ്നമല്ല, നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ലെഫ്റ്റ് ആവാം. ഈ രീതിയിലാണ് ക്ലാസ് എടുക്കുക. ഒന്നും കൂടി സ്പീഡ് കൂട്ടും. ഇതിലും സ്ലോ ആയിട്ട് ഒരിക്കലും എടുക്കാൻ കഴിയില്ല. മാക്സിമം ഇന്ന് ഞാൻ വിചാരിച്ചതിലും മാക്സിമം സ്ലോവിൽ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിലും ഒന്നും കൂടി എന്ത് ചെയ്യും, സ്പീഡ് കൂട്ടും. കാരണം കൺസെപ്റ്റ് പറയുമ്പോൾ നമുക്ക് കുറച്ച് കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്ത് പറയേണ്ടി വരും. അപ്പോൾ നമ്മൾ സ്ലോവിൽ പറയേണ്ടി വരും. അപ്പോൾ ഇതിനും ഇത്രയും കൂടി സ്പീഡ് കൂട്ടിയിട്ടാണ് ക്ലാസ് എടുക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ക്ലാസ് ടൈമിലും അതുപോലെ തന്നെ ക്ലാസ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കംപ്ലീറ്റ് ചോദിക്കാം. അതിനൊരു ലിമിറ്റും ഇല്ല. അപ്പോൾ കണ്ടിന്യൂ ചെയ്യണവർ ഗ്രൂപ്പിൽ നിൽക്കുക, അല്ലാത്തവർ ലെഫ്റ്റ് ആവുക. നിൽക്കുന്നവർ ഒന്നും കൂടി എന്ത് ചെയ്യുക, ഇമെയിൽ ID ഒന്ന് ഷെയർ ചെയ്യുക. ഓക്കെ, ഫീഡ്ബാക്ക് എന്തെങ്കിലും ഫീഡ്ബാക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ അറിയിക്കുകയും ചെയ്യുക. അതിനനുസരിച്ച് അടുത്ത ക്ലാസ് സെറ്റ് ചെയ്യും. ഓക്കെ, താങ്ക് യു.